നാമത്തിൽ സ്നേഹവന്ദനം. നമുക്ക് രാവിലെ നമ്മുടെ തലകളെ വണക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് ഒരു ദിവസം കൂടെ നമ്മളെ കൂട്ടി വരുത്തിയല്ലോ. ദൈവസന്നിധിയിലായിരിക്കുന്നത് എത്ര മഹത്വമുള്ള അവസ്ഥയാണ്, എത്ര ധന്യമായ അവസ്ഥയാണ്. ഈ ഭൂമിയിൽ കർത്താവിൻ്റെ വരവ് താമസിച്ചതുകൊണ്ട് ഒരു ആരാധനയോടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് കൃപ തന്നു. ഈ പകൽക്കാലത്തിൽ എന്നെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തലകളെ വണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം. ഉയർത്തിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻവീതിയിൽ, ഉയർത്തിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻവീതിയിൽ, എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ, എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഉയർത്തിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻവീതിയിൽ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന്. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, നന്ദിയോടെ ഈ രാവിലെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഒരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ രാവിലെ ഞങ്ങൾക്ക് എഴുന്നേൽക്കുവാൻ ദൈവം കൃപ തന്നല്ലോ. ഞങ്ങളുടെ എല്ലാ അവയവങ്ങൾക്കും ചലിപ്പിക്കുവാൻ ദൈവം അവിടുന്ന് ആരോഗ്യം തന്നല്ലോ. ഒരു പ്രഭാതം കൂടെ ഉയർന്ന പ്രഭാതവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് കൃപ തന്നതിനായി നന്ദിയോട് സ്തോത്രം. എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് മാനിച്ചു കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ ആയിരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ പ്രത്യേക പരിപാലനവും സൗഖ്യവും തന്നെ മോന് കൊടുക്കുന്നതിനായി ഞങ്ങൾ രാവിലെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എല്ലാ ശുശ്രൂഷകളും ദൈവനാമത്തിന്റെ മഹത്വത്തിനായി മാത്രം തീരുവാൻ ദൈവം ഇടയാക്കണം. സർവസൈന്യാധിപനായ ദൈവം, സ്വർഗോന്നതകളിൽ വസിക്കുന്നവനായ ദൈവം, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം, ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി മാത്രം തീരുവാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെന്നായി ബലപ്പെടുത്തണമേ. പുതുതായി കർത്താവെ കടന്നു വരുന്ന ഹല്ലേലൂയ കുടുംബം എത്രയും വേഗം കടന്നു വന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഹല്ലേലൂയ എല്ലാ ശുശ്രൂഷകളും കർത്താവെ നിന്നിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ചെയ്യുവാൻ അടിയനെ ബലപ്പെടുത്തണം. വായോട് കൂടെയിരിക്കണം, കൃപയിൽ പൊതിയണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. മലയാളം പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമുക്ക് അറിയാവുന്ന ചില പാട്ടുകളാണ്. ഒന്നിച്ച് കൈയടിച്ച് പതിനായിരത്തൊന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുനാഥൻ
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ഇണയില്ല നാമമാണ്. അവന് തുല്യമായി ചൊല്ലുവാൻ വേറൊരു നാമമില്ല. അവൻ ഏറ്റവും ഉന്നതൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി. ഹല്ലേലൂയ. നമുക്ക് അവന്റെ നാമത്തെ ഉയർത്താം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. പാപത്തിൻ ഭാരം ശാപം നീക്കും
പാടിയതുപോലെ സർവനാമത്തിനും മേലായ നാമമുള്ളവനായ ദൈവം, നമ്മൾ പാടിയതുപോലെ ഉലകമഹാന്മാരെല്ലാവരുടെയും കല്ലറകൾ ഇവിടെ അടഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ വലിയവനായ ദൈവത്തിന്റെ കല്ലറ തുറന്നു. അവര് ചോദിച്ചു, ആമേൻ. അപ്പോൾ ദൂതൻ പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമ്മുടെ പ്രത്യാശ അതാണല്ലോ ദൈവമക്കളെ. നമ്മെ ചേർപ്പാനായി കർത്താവ് വരുവാൻ കാലമാസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ആയിരിക്കുന്നത്. നമ്മുടെ ഈ തലമുറയിൽ തന്നെ കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്ന ഏറിയൊരു പങ്കും ഈ ലോകത്തിൽ നിന്ന് കർത്താവിന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഹല്ലേലൂയ. എന്നാൽ അവന്റെ വരവ് താമസിച്ചത് കൊണ്ട് ഈ രാവിലെ സമയം നമുക്കും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, പ്രാർത്ഥിപ്പാൻ, ആ വലിയ നാമത്തിന് മഹത്വം കൊടുപ്പാൻ ദൈവം ഇടയാക്കിയതിനായി ദൈവത്തെ നമുക്ക് ഈ രാവിലെ സമയം സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്നു നിന്നുകൊണ്ട് ആമീൻ സറാബുകളും കെരൂബുകളും കർത്താവിനെ സ്തുതിക്കുന്ന ആ അത്യുച്ചത്താൽ ഉമ്മരപ്പടി ഇളക്കുന്ന അതേ ശബ്ദത്താൽ അവർ ദൈവത്തെ ആരാധിക്കണം. എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്? അവർ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയെ കണ്ട് അവർ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ഈ രാവിലെ സമയം നമുക്ക് എത്രമാത്രം ദൈവത്തെ ആരാധിക്കാൻ കഴിയും? ആമേൻ. നമുക്ക് വായും കൂട്ടിയിരിക്കാൻ കഴിയില്ല മക്കളെ. നമുക്ക് തന്ന ഈ ശ്വാസം ദൈവത്തിന്റെ ദാനമാണ്. ഇതില്ല എങ്കിൽ നാം വെറും മണ്ണാണ്. ഈ മണ്ണിലേക്ക് തിരികെ ചേർന്നാണ് ഒരു 16 മണിക്കൂർ 12 മണിക്കൂറിന് ശേഷം ഇത് ഈ മണ്ണിലേക്ക് മറക്കേണ്ടതാണ്. അതല്ലെങ്കിൽ നമുക്ക് നാറ്റം വെച്ച അനുഭവം ഉണ്ടാകും. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ വസിക്കുന്ന ഈ ആത്മാവിനെ വേണ്ടി സർവശക്തൻ നമ്മളെ ചേർപ്പാനായി ആമേൻ വീണ്ടും വരുമ്പോൾ ഈ ആത്മാവിന് വേണ്ടി നാം എന്ത് ചെയ്യുന്നു എന്ന് ഈ പകൽക്കാലം നമുക്ക് ശോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ആമേൻ. ആദ്യമായി നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയെ വഹിച്ചുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ എല്ലാ വിഷയങ്ങളും നമുക്ക് പ്രാർത്ഥിപ്പാൻ അവസാനമായി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് തന്നെയല്ല നമ്മുടെ ബുധനാഴ്ചത്തെ പ്രയറില് നാം അത് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഇന്ന് രാവിലെ നാം ചെയ്യേണ്ടുന്ന ആ കാര്യങ്ങള് രണ്ടുപേരെ ദൈവത്തിന് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ആരാധനയെ മുറ്റുമായി വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ആമേൻ. നമ്മളെ ഒരുപാട് ആരാധനയിൽ പങ്കെടുത്തവരാണ്. ദൈവത്തിന് കൊടുക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. പലപ്പോഴും നാം അതിന് മടി കാണിച്ച് ഇരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. ഞാൻ എന്നെ തന്നെ പ്രതിയാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് തക്ക മഹത്വം ഈ പകൽക്കാലം കൊടുക്കണം. ഈ ആരാധനയിൽ വിടുതൽ ഉണ്ടാകണം. ഏത് വിഷയത്തിന്മേലാണ് എന്റെ മുമ്പിലിരിക്കുന്നത് നമ്മുടെ പ്രിയമക്കൾ കടന്നു വന്നത് ഞാൻ അറിയുന്നില്ല. അവർ കടന്നു പോകുന്ന വേദനകൾ ഞാൻ അറിയുന്നില്ല. എന്നാൽ എന്നെയും നിങ്ങളെയും അറിയുന്നവനായ ഒരു സ്വർഗീയ നാഥൻ നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. ആരാധനയെ മുറ്റുമായി വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മുടെ ദേവദാസൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ലല്ലോ. ആമേൻ. ഭവനത്തിൽ വിശ്രമിക്കുന്നു. കർത്താവ് കൊടുത്ത അത്ഭുതകരമായ വിടുതലിനായി ദൈവത്തെ നമുക്ക് രാവിലെ സമയം ഈ രണ്ട് വിഷയങ്ങളാണ് നമുക്ക് രാവിലെ പ്രാർത്ഥിക്കാനുള്ളത്. ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ വിടുതലുണ്ട്. ഇന്നലെ ദേവദാസനോട് ഞാൻ സംസാരിച്ചപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത്. നാം പ്രാർത്ഥിച്ചാൽ, പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തിയാൽ അതിൽ ദൈവം പ്രവർത്തിക്കും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ആമേൻ, ദൈവത്തിന്റെ ഹിതത്തിന് നാം വിട്ടുകൊടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഹിതമല്ല. നാം പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹിതത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ആമേൻ, ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലിക്ക് വ്യത്യാസം വരണം. നാം ദൈവ മക്കളാണ്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നല്ലപോലെ അറിയുന്ന ദൈവമാണ്. എങ്കിലും നമ്മുടെ വായിൽ നിന്ന് കേൾക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തോട് പറയണം, കർത്താവേ, എന്റെ ആവശ്യം ഇതാണ്. എങ്കിലും അപ്പച്ചന്റെ ഹിതം, അപ്പച്ചന്റെ സമയം എന്താണെന്നുള്ളത് അത് മനസ്സിൽ ഗ്രഹിച്ചുകൊണ്ട് വേണം നാം പ്രാർത്ഥിപ്പാൻ. ആരാധനയെ വഹിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ദൈവദാസനെ കുടുംബമായി വഹിച്ചുകൊണ്ട് രണ്ടുപേർക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. അതിനായി നിങ്ങൾ സമയം ചെലവഴിക്കണമേ എന്ന് ഞാൻ ദൈവനാമത്തിനെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. കരുണാമയനായ ദൈവമേ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവത്തെ ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനും നല്ല അവസരങ്ങൾക്കായിട്ടും ഈ പുതിയ മാസത്തിന്റെ
കർത്താവെ ഒന്നിച്ചു വന്ന് കടന്ന് ദൈവത്തെ ഉയർത്തുവാൻ ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ അടിങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഉപാധിക സഭയെ പ്രാർത്ഥിക്കുന്നു, സഭയുടെ വിവിധ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. എന്റെ മക്കളെ ഓരോരുത്തരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കടന്നു വന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ചെയ്ത വിടുതലിനായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവെ. ആരോഗ്യത്തോടെ വരത്തോടെ കർത്താവെ നീ ഞങ്ങളെ വീണ്ടും ഈ ആഴ്ച കർത്താവെ. നിന്റെ കൃപയിൽ പാടണമേ അപ്പാ. നിന്റെ ശക്തി അടിങ്ങൾക്ക് തരണേ കർത്താവെ. നിന്റെ കൃപയിൽ അടികൾ മുന്നേറുവാൻ സ്വർഗത്തിലെ പാതയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശരീരത്തിന്റെ എല്ലാ അവസ്ഥകളെയും അറിയുന്നല്ലോ. ഇഷ്ടത്തോളം സൗഖ്യത്തോടെ കർത്താവോടെ സൂക്ഷിച്ചതായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവെ. അടികൾ വീണ്ടും ഒന്നിച്ചെന്റെ ദൈവത്തെ ഉയർത്തുവാൻ ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ അടികളെ ഓരോരുത്തരെയും അവിടുന്ന് ദൈവമേ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധം പോലും ഞങ്ങളെ ഓരോ ദിവസവും വഴി നടത്തണേ കർത്താവെ. നിന്റെ ഹിതമല്ലാതെ അടികൾ ജീവിതത്തിൽ ഒന്നും കടന്നു വരുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ മുറ്റും തിരിച്ചനി വെക്കുന്നു കർത്താവെ. സഭയെ നീ വളർത്തും കർത്താവെ. അപ്പൊ അനേകം കടന്നു വരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ മുഖാന്തങ്ങളെ ഒരുക്കണേ കർത്താവെ. അതിനെ കർത്താവ് വിശാലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവെ അവിടുന്ന് ബലപ്പെടുത്തണമേ. സൗഖ്യത്തോട് അടികൾ മടങ്ങിപ്പോവാൻ ദൈവവിടെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കണ്ടു നിർത്തുവാൻ മനുഷ്യരുടെ കർത്താവെ. എന്റെ കുഞ്ഞുങ്ങളുടെ ഏതെല്ലാം വിഷയമുണ്ടോ, ഏതെല്ലാം വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ വിഷയത്തിന്മേൽ കർത്താവിന്റെ കരുണ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ പ്രാർത്ഥന കുറവെന്നോർക്കല്ലേ അപ്പച്ച. കൃപയുടെ മക്കളെ ഓരോരുത്തരെയും വഴി നടത്തുന്നു പ്രാർത്ഥിക്കുന്നു. സകല യേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ ആമേൻ ആമേൻ. രക്തം ജയം രക്തം ജയം രക്തം ജയം രക്തം ജയം സർവ മുഴങ്കാലം നിന്റെ ചിത്രമഹാനായ ദൈവത്തെ നിന്റെ കൃപയാലടികളായിരിക്കുന്നു നടികളൊന്നും കൂടെ സമർപ്പിക്കുന്നതാണ്. മുതൽ അവസാനം വരെ തിരുസ്ഥാനത്തിൽ കൂടെ ഇരിക്കണം നാഥ. ഹല്ലേലൂയ. സഭയെ ദൈവനെ അനുഗ്രഹിക്കണമേ കർത്താവേ. കൂട്ടിവരുത്തിയിരിക്കുന്ന മക്കളെ ഓരോരുത്തരും ദാസനെ ഹല്ലേലൂയ എത്രത്തോളം ദൈവം നീ സഹായിച്ചല്ലോ. ഹല്ലേലൂയ കൊടുത്തിരിക്കുന്ന വിടുതലിനായി സ്തോത്രം. മകനോട് ആരാധനയുടെ എല്ലാ ഭാഗങ്ങളും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന നല്ല സംതൃപ്തനോടെ തരണം. സംസാരിപ്പാൻ ദാസിയെ ശക്തീകരിച്ചാണ് ജീവിതത്തിന്റെ കാരണമായി തീരണം, വിടുതലിന് കാരണമായി തീരണം. വചനം കേട്ട് കർത്താവിനെ തന്നെ ചതിക്കുന്നവരായിട്ട് അത് ചെയ്യുന്നവരായി തീരുവാൻ്റെ സഹായിക്കണം. പരിസരത്തെ ദൈവത്തെ ശുദ്ധീകരിക്കണമേ. ദേശത്തെ ദൈവത്തെ ശക്തീകരിക്കണമേ. ദേശത്തിന്റെ വിടുതലിന് വേണ്ടി സമയം അടികളുടെ ജീവിതത്തിലുള്ള പ്രാർത്ഥന ഇന്നത്തെ കാലഘട്ടത്താവേ ആരാധിച്ചതുപോലെ ഭാരങ്ങളായി പ്രയാസങ്ങളായി രോഗങ്ങളായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കാര്യം നീട്ടി പ്രാർത്ഥിക്കുന്ന
ഹല്ലേലൂയ ഹല്ലേലൂയ നീ പരിശുദ്ധൻ 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 ഹല്ലേലൂയ നിന്നെ വിശുദ്ധിയാൽ പന്തേവിനെ സഹായിച്ചാട് കർത്താവേ ഹല്ലേലൂയ 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 എല്ലാവരെയും കരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടി സമർപ്പിക്കുന്നു ഹല്ലേലൂയ ആവിയോടെ നിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ Let us all stand in the presence of God. And Psalms 95 നമുക്ക് ഒരുമിച്ച് ദിവസത്തിൽ എഴുന്നേറ്റ് 95 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. 95 Psalms 95 read responsibly last 10 and 11 we will read it together. 10ഉം 11ഉം വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വായിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. 95 സങ്കീർത്തനം. ഹല്ലേലൂയ. വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നും വഴികളെ അറിവില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യജിതം. വിശുദ്ധ കാര്യങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്തോത്രം 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 സ്തോത്രം. എല്ലാവർക്കും ദിവസത്തിൽ ഇരിക്കാമല്ലോ. സ്തോത്രം. ദൈവവരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവും വന്ദനം അറിയിക്കുന്നു. ആദ്യമായാണ് ഇങ്ങനെയൊരു ശുശ്രൂഷ എനിക്ക് ദൈവം ഒരുക്കിയത്. ഞാൻ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നിട്ട് ഏതാണ്ട് 10-18 വർഷം കഴിഞ്ഞുവെങ്കിലും സങ്കീർത്തനത്തിൽ കൂടി പലരോടും പല സഭകളിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒരു സഭായോഗം നടത്തുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. പലരുടെയും സഹായം ഞാൻ തേടി. പ്രത്യേകിച്ച് നമ്മുടെ സൈബർവറിനോട് ഞാൻ ചോദിച്ചു. സൈബർവർ എന്നെ സോറി പറഞ്ഞു. ഓക്കെ, എനിക്കും ഒത്തിരി കഴിവുകളൊന്നും അത് ചെയ്യാനൊന്നുമില്ല. പിന്നെ നമ്മളെല്ലാവരും സഹോദരങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം, നമുക്ക് സ്തുതിക്കാം എന്നുള്ളത് കൊണ്ടും കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞപ്പോൾ കർത്താവിന്റെ ദാസന് യാതൊരു വരുവാൻ നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷ ഞാൻ ഏറ്റെടുത്തത്. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ പദ്ധതിയിലും അവന്റെ നിഘണ്ടുവിലും അസാധ്യമെന്നും അവിചാരിതമെന്നും ഒരു കാര്യമില്ല. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഈ മെയ് മാസത്തിലാണ് ഞങ്ങൾ കടന്നുപോയ വേദനകളും ഞങ്ങളുടെ എല്ലാ നന്മകളുടെയും ഒരു മാസമാണ് മെയ് മാസം. മെയ് മാസത്തിലാണ് ആ തീച്ചുകളുടെ അനുഭവത്തിൽ കൂടി ഡോക്ടർമാരുടെ വിധിക്കപ്പുറം പ്രവർത്തിച്ച് കർത്താവിന്റെ കാലം കണ്ടത് മെയ് മാസമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിലൊക്കെ കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ നടത്തിയത് മെയ് മാസത്തിലാണ്. ഞങ്ങളുടെ 2 ഭവനങ്ങളോട് ഇവിടെ വാങ്ങിക്കുവാൻ കർത്താവ് വഴി ഒരുക്കിയത് മെയ് മാസത്തിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു, ഇതൊരു ദൈവത്തിന്റെ പദ്ധതി ആയിരിക്കാം. കാര്യം ഈ മെയ് മാസത്തിൽ തന്നെ ഇങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് ദൈവം കൊണ്ടുവന്നത്. കാര്യം ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോകുവാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും അല്ല എന്റെ. കാരണം ഞാൻ വളരെ ഭയത്തോടെയാണ് ദൈവവചനമായി നിൽക്കുന്നത്. കാരണം ഇത് നമ്മള് ദൈവത്തിന്റെ വചനമെന്ന് പറയുന്നത് വളരെ ഭയത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മാത്രമല്ല, നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പലതും പറയുവാൻ കഴിയും. എന്നാൽ ഇതിനൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നതിൽ താല്പര്യമുള്ള വ്യക്തിയല്ല ഞാൻ. എന്നാൽ ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് എന്നാൽ ആവോളം ഞങ്ങൾ ചില കുടുംബങ്ങളൊക്കെ കടന്നുപോയി അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം എന്നെ നിയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ സമയം എടുക്കുന്നില്ല, പെട്ടെന്ന് കാര്യം ചെയ്യാം. നമ്മുടെ പാസ്റ്റർ എല്ലാം കറക്റ്റ് ടൈമിൽ നിർത്തുന്ന ഒരാളാണ്. 1 മിനിറ്റ് പോലും ഞാൻ കൂടുതൽ എടുക്കത്തില്ല. അപ്പം
ഞങ്ങൾ ഒരു ദിവസം വാൾമാട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, മിനി നമുക്കിന്ന് എവിടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വാൾമാട്ടിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു കുടുംബം ഞങ്ങൾ വിളിച്ചു. യാക്കോബായ കുടുംബമാണ്. ഞങ്ങൾ അന്നേരം തന്നെ ആ വണ്ടിയിൽ തന്നെ ആ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് അവര് വിശ്വാസത്തിലുണ്ട്. ഇവിടെ ഇവിടുന്ന് മൂവ് ചെയ്ത് അവരെ പോയി. അവർക്ക് വല്ലാത്ത കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചാണ്, ഞങ്ങളുടെ കഴിവല്ല. അപ്പോൾ എൻ്റെ ഒരു ശുശ്രൂഷ അതാണെന്ന് എനിക്ക് എൻ്റെ മനസ്സിലൊരു ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും പല ദൈവദാസന്മാരും ഇന്ന് പ്രസംഗിക്കണം അല്ലെങ്കിൽ ശുശ്രൂഷിക്കണം പറയുമ്പോൾ ഞാൻ പലപ്പോഴും ഒഴിവാകാറുണ്ട്. ഇന്ന് എനിക്ക് മറ്റു നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏറ്റെടുത്തു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 95 സങ്കല്പത്തിലേക്ക് 1-2 വാക്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് പറയാം. അവിശ്വാസത്തിന് എതിരെ ഉള്ളൊരു മുന്നറിയിപ്പാണ് ഇത് കാണുന്നത്. ആദ്യം ഒരു ആഹ്വാനമാണ് ഈ 95 സങ്കീർത്തനം ചെയ്തത്. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക. എന്തുകൊണ്ടാണ് നാം ദൈവത്തെ ഉല്ലസിച്ച് ഘോഷിക്കേണ്ടത്? അത് താഴോട്ട് പറഞ്ഞിരിക്കുന്നത് എല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതെല്ലാം സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. ഇന്ന് അൻസിസ്റ്റർ പാടിയതുപോലെ എല്ലാ നാമത്തിനും എല്ലാ മുഴങ്കാലും അടങ്ങുന്ന ഒരു നാമം, ആ വലിയ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നതും സ്തുതിക്കുന്നതും. ഇന്ന് ആരാധനയുടെ ആ പവിത്രതയോ അതിന്റെ ആ ഇമ്പോർട്ടൻസോ പലപ്പോഴും നാം മറന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നതിന്റെ ശീർഷകത്തിൽ ആരാണ് എഴുതുന്നത് അറിയുന്നില്ലെങ്കിലും വേദ പഠിതാക്കൾ പറയുന്നതിന് മുൻപും പിൻപും എഴുതുന്ന സങ്കീർത്തനത്തിൽ ആരെഴുതിയോ അവരായിരിക്കാം ഒരു പക്ഷേ ഈ സങ്കീർത്തനം എഴുതി. ഇത് ആദ്യം പറയുന്നത് വരുവീൻ, ഒരു ആഹ്വാനം, വാ കടന്നു വാ. എന്തിനാ? സർവശക്തനായ ദൈവത്തെ നാം ആരാധിക്കണം, ഘോഷിച്ചുല്ലസിക്കണം. എന്തുകൊണ്ടാ? അവൻ എന്തെല്ലാമാ ചെയ്തത്? കരയെയും സമുദ്രത്തെയും നക്ഷത്രഗോളങ്ങളെയും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ച ദൈവത്തെ നാം എത്രമാത്രം ആരാധിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ ഇതെല്ലാം പറഞ്ഞിട്ട് ഏറ്റവും അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വാണിങ്ങോട് കൂടിയാണ് 95 സങ്കീർത്തനം ആ ദാവീദ് അല്ലെങ്കിൽ ആ എഴുത്തുകാരൻ അവസാനിപ്പിക്കുന്നത്. എന്താ? ആകയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. വേദപഠിതാക്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ 40 ദിവസം കൊണ്ട് കനാൻ ദേശത്ത് എത്തപ്പെടേണ്ട ഇസ്രായേൽ മക്കൾ 40 വർഷം ഉഴന്നു നടന്നു. എന്താ? അവരുടെ ഉള്ളിലെ പെറുപെറുപ്പ്, മത്സരം ഇതായിരുന്നു. ഇന്ന് എത്തിയിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിലെ ജീവിതത്തിന്റെ നമ്മെ അറിയുന്നവൻ ഞാനും, എന്നെ അറിയുന്നവൻ ഞാനും എന്റെ ദൈവവും മാത്രമേ ഉള്ളൂ. എനിക്ക് മനുഷ്യരുടെ മുമ്പിൽ എന്തും ചെയ്യാം. ഒരു പക്ഷേ പ്രസംഗിക്കാം, ഒരു പക്ഷേ ആമേൻ പ്രാർത്ഥിക്കാം, പാടാം, ഇതെല്ലാം വർഷിപ്പ് ചെയ്യാം, എല്ലാം ചെയ്യാം. എന്നാൽ എൻ്റെ ഉള്ളിന്റെ ഉള്ളറിയുന്ന ഹൃദയത്തിന്റെ ആമീൻ അന്തർഭാഗത്തെ തിരിച്ചറിയുന്ന ഒരു ദൈവം, സ്വർഗത്തിന്റെ ഉന്നതകളിൽ ഇരുന്ന് ആമീൻ അഗ്നിജാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവൻ, ഹല്ലേലൂയ, 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാകുന്നവൻ, ആ ദൈവത്തെ മറന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് മത്സരിച്ച ഒരു ജനം, അവരെത്ര പേരാണ് ആ കനാൻ ദേശത്ത് എത്തിപ്പെട്ടതെന്ന് നമുക്കെല്ലാം വചനം അറിയാവുന്നവരാണല്ലോ. അവർ എത്തിപ്പെടുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പറയുന്നത് പിതാക്കന്മാരുടെ മത്സരം. നാം ഇന്ന് മത്സരികളാണോ? നാം ഇന്ന് പെറുപെറുപ്പിന്റെ അനുഭവമാണോ? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെറുപെറുക്കുന്നവരാണോ? ഈ കിട്ടിയ സൗഭാഗ്യങ്ങളല്ലാതെ കർത്താവെ പോരായെന്ന് നാം പറയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വചനം വ്യക്തമായി ഈ പകൽക്കാലം നമ്മളോട് പറയുകയാണ്, സ്വസ്ഥതയിൽ പ്രവേശിക്കാതിരിക്കാൻ നമുക്ക് ആർക്കും ഇടയാകരുത്. കാരണം ഒരുക്കുവാൻ സമയമായി. കർത്താവിന്റെ വരവ് ഈ ദിവസത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആമീൻ. ഇന്ന് രാവിലെ ഒരു വാർത്ത കേട്ടത് ഞാൻ നിങ്ങളോട് പറയാൻ ലജ്ജിക്കുന്നു പ്രിയ മക്കളെ. 14 വയസ്സുള്ള ഒരു കുഞ്ഞിനെ സ്വന്തം അപ്പൻ പീഡിപ്പിച്ച അനുഭവം. അത് മറ്റെങ്ങുമല്ല, റാന്നി എന്ന പ്രദേശത്ത്. നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ഒരു വല്ലാത്ത കാലഘട്ടം. മക്കളെയും മകളെയും രക്തബന്ധങ്ങളെയും തിരിച്ചറിയാത്തൊരു കാലം. അനേകരുടെ വിശ്വാസം തണുക്കുന്ന ഒരു കാലം. നോഹയുടെ കാലഘട്ടം പോലൊരു കാലം. ഈ കാലഘട്ടത്തെ തിരിച്ചറിയണം. നാം ആരും നഷ്ടപ്പെടരുത്. സ്വർഗരാജ്യത്തിൽ ഒത്തിരിയൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും ആ രാജ്യത്തിലെത്തുവാൻ വേണ്ടി നമ്മളാലാവോളം നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി. ഇതുപോലെ കാലം പ്രിയ ഗോപി ബ്രദറും സിസ്റ്റർ ലീന അതിന്റെ കുഞ്ഞുങ്ങൾ 2 പേരും നമ്മുടെ കൂടെ ഉണ്ട്. അവര് ഹാർവസ്റ്റ് ചർച്ച് കോർട്ടിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഇന്ന് പകൽക്കാലം നമ്മോട് ആയിരിക്കുന്നതിൽ ദൈവത്തെ വളരെയധികം ഞാൻ സന്തോഷിക്കുകയും ദൈവത്തിന് സ്തുതി കരയുകയും ചെയ്യും. ഇന്നലെ രാത്രിയാണ് ബോധനെ വിളിച്ച് പറയുന്നത്. നിങ്ങളെ ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പാസ്റ്റർ എനിക്ക് തന്ന ലിസ്റ്റ് അനുസരിച്ച് ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും
ഒന്നുമില്ല എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മറന്നിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഈ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ആരെങ്കിലും അത് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പിന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. ഇനി നമുക്ക് സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് സാക്ഷ്യത്തിനുള്ള അവസരത്തിന് വേണ്ടി അല്പസമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ നല്ലവനായിരുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് എല്ലാം തന്നു എന്ന് പറയുന്നതിലുപരി ഞാൻ വിശ്വസിക്കുന്നത് നാം കർത്താവിന് വേണ്ടി കഴിഞ്ഞ ഒരാഴ്ചക്കാലം എന്ത് ചെയ്തു എന്നുള്ളതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടത് മറ്റൊരുവനാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അങ്ങനെയാണെന്നില്ല. ഇപ്പൊ നമ്മുടെ ദേവദാസൻ പറഞ്ഞ കണക്ക് അത് എൻ്റെ ചിന്തയാണ്. നിങ്ങളുടെ ചിന്ത മറ്റൊരു കർത്താവ് തന്ന നന്മകൾക്ക് നമ്മൾ നന്ദി പറയണം. തീർച്ചയായിട്ടും നന്ദി പറയേണ്ടതല്ല ഞാൻ പറയുന്നത്. അപ്പോൾ തന്നെ നാം ദൈവത്തിന് വേണ്ടി അനേക നന്മകൾ ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കുമ്പോൾ നാം ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു, ഇതാണ് സാക്ഷ്യം. അപ്പോൾ നിങ്ങളെ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. രോഗസൗഖ്യം ഉണ്ടെങ്കിൽ തന്നെങ്കിൽ അത് പറയാം. നിങ്ങൾ ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ എന്തെങ്കിലും പ്രൈസ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അതും പറയാനുള്ള അവസരം നമ്മൾക്കുണ്ട്. അതിനായി ഞാൻ ദൈവമക്കളായി നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. I have a prayer request actually, and it works out perfectly because I didn't know how to word it in the email for the pastor to put on the prayer list. As some of you might know, Bavina has like low immunity, so we go to the oncologist every couple of months. And so last about 2 weeks ago we went there, and her lab test came back again, and it showed even though her anemia itself is better, her white blood cell count and her neutrophil counts have become lower and lower. To the point where now they want us to come every 3 months, once a month for a lab retest again. At the same time, the doctor is kind of stumped. They don't understand. They keep asking, "Are you sure Bavina isn't sick? Are you sure? No temperature, no sickness, no nothing." And we keep saying, "No, Bavina, she by God's grace, there's no headache. She doesn't have any kind of sicknesses, or she never really gets sick." At the same time, I'm not sending her out anywhere, but even then. She doesn't have any kind of issues, and so they're kind of stumped. They don't understand why she has basically no immunity, but also no illness or nothing. So I want to give God praise first of all for His divine protection, for keeping her safe and all that. And at the same time, I'm asking the church to also keep her on the prayer list and to pray for her. That there is nothing. I believe there is nothing. I think it might just be a benign issue, but that God will protect her. On the other hand, I have a teenager who's depressed because she can't go out. She can't go hang out with other people. She can't go where there's a lot of people or crowds, and she can't hang out. She can't go to a public school. So we're homeschooling her anyway. So just to deal with that, also to pray for her because she wants to be with other kids, which is natural. She wants to have hobbies and things like that. So to just keep her in prayer and keep our family in prayer. And once again, just want to thank everyone for their prayer support and for everything that you all have done for us. ആമേൻ, ആമേൻ. ഇത് സിസ്റ്റർ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ദൈവം ഒരു വിഷയങ്ങൾക്ക് മറുപടി തരാൻ ആഗ്രഹിച്ചുവെങ്കിൽ ദൈവം അത് മാറ്റിവെക്കുന്ന ദൈവമല്ല. അത് നമ്മളെല്ലാവരും അറിഞ്ഞ സത്യമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ സിസ്റ്ററിന്റെ പല സാക്ഷ്യങ്ങൾ നമ്മളിവിടെ കേട്ടല്ലോ. അവരെ നടത്തിക്കൊണ്ടുവന്ന വഴികൾ, വിധങ്ങൾ. ആമേൻ. പലപ്പോഴും അവരുടെ ബിസിനസ്സിലൊക്കെ ഒത്തിരി വിഷയങ്ങൾ ഉണ്ടായ സമയത്തും അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഉടനടി ദൈവം മറുപടി കൊടുത്തു. കാര്യം അവർക്കത് ഈ ഇൻസ്റ്റന്റായിട്ട് ദൈവം ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു. അപ്പോൾ അത് ദൈവം അവർക്ക് കൊടുത്ത് അവരെ നടത്തി. ആ വിഷയങ്ങൾ ഓർത്തുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം. മറ്റാരെങ്കിലും പിന്നെ പറയാനായിട്ടുണ്ടോ എന്തെങ്കിലും ടെസ്റ്റ് മണി? ഇല്ല എങ്കിൽ പ്രിയ ബോബി ബ്രദറിന് ഞാൻ ഒരു 5 മിനിറ്റ് ടെസ്റ്റ് മണിക്കായിട്ട് കൊടുക്കുകയാണ്. മുമ്പോട്ട് കടന്നു വന്ന് ഒരു 5 മിനിറ്റ്സ്, നമ്മൾ സഹായമായതുകൊണ്ട് 5 മിനിറ്റ്സ് ഒരു ഷോർട്ട് ടെസ്റ്റ് മണി ഞങ്ങളോട് പറയുക. ദൈവം നമ്മെ സഹായിക്കും. സൂത്രം ഞാനിങ്ങനെ ടെസ്റ്റ് മണി പറയാനും ഒക്കെ ഇങ്ങനെ കണ്ടു വന്നല്ലോ. ദൈവത്തെ ആരാധിച്ച് ബോധപ്പെടുത്തി ദിവസം സ്പെൻഡ് ചെയ്ത് പോകാൻ വേണ്ടി വന്നതാണ്. എന്നാൽ ക്രിസ്ത്യനച്ചാൻ ഇന്നലെ പറഞ്ഞു അല്പ നിമിഷങ്ങൾ ഒരു 2 നിമിഷം പറയാനുള്ളത് ടെസ്റ്റ് മണി ഉള്ളിൽ പറയണമെന്ന് പറഞ്ഞു.
എന്നാൽ ഞാനൊരു വിശ്വാസത്തിലേക്ക് കടന്നുകൊണ്ടാണ് എനിക്ക് ചില പരിശോധനകൾ കടന്നുകൊണ്ട് പോകുന്നത്. കാരണം ദൈവത്തെ രുചിച്ചറിയണമെങ്കിൽ ചില വിഷയങ്ങൾ നമ്മൾ കടന്നു പോയെന്ന് ചിലപ്പോൾ മിക്കവാറും അങ്ങനെയാണ്. കാരണം ചില വിഷയങ്ങൾ കടന്നുപോയാൽ മാത്രമേ നമുക്ക് ദൈവത്തെ രുചിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഈസി മട്ടിലായ പ്രതികൂഷകളുടെ മക്കളായിട്ട് കടന്നു പോയാലും അല്ലെങ്കിൽ ജനിച്ചാലും നമുക്ക് ശരിയായിട്ട് ദൈവത്തെ ഒന്ന് അറിയാനൊരു ഒരു ഒരു സാഹചര്യം ഉണ്ടാകാൻ വരികയില്ല. കാരണം നമ്മളൊരു ഒരു ഒരു ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്നുള്ളൊരു വാക്ക് പറയില്ല, അങ്ങനെ ഒരു ആ രീതിക്ക് അനുസരിച്ച് അങ്ങ് പോകും. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ അതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. കാരണം ഞാനെൻ്റെ ഒരു യൗവന പ്രായത്തിലാണ് കർത്താവിനെ ശരിയായിട്ട് അറിയാൻ സാധിച്ചത്. കർത്താവിൻ്റെ കൃപയാൽ ചില ദേവദാസന്മാരും കൂടെ ചില ആളുകളെ അറിയിക്കാറുണ്ട്. ചില വലിയ പ്രശ്നങ്ങൾ കടന്നു പോകുന്ന സമയത്ത് വിവാഹ പ്രാർത്ഥനയൊക്കെ നടക്കുന്ന സമയത്താണ് ശരിയായിട്ട് ആ സമയത്ത് നമുക്കൊരു എഡിഫിക്കേഷൻ ടൈമാണ്. ഒരു ദിവസങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു, എന്നെ അറിയാത്തൊരു ദിവസം പറഞ്ഞു ചില വിഷയങ്ങളിന്മേൽ എൻ്റെ പ്രതികൂലം കടന്നു വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ കാലത്തൊന്നും അതൊക്കെ പറയുന്നില്ല. പ്രവാചകന്മാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പം നിങ്ങളെന്തിനാ അത് പറഞ്ഞത് ഉള്ളിലേക്ക് ചെയ്യും, പറഞ്ഞില്ലെങ്കിലും ഇയാൾക്ക് നമ്മളിതേ പേടിപ്പിക്കുന്ന പ്രവചനമൊക്കെ നമ്മളോട് പറയേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ പറയും. എന്നാൽ എനിക്കറിയാനും കാരണം സിറ്റുവേഷൻ വെക്കാം. എന്നാൽ അത് വന്നു സംഭവിച്ചപ്പോൾ ദൈവം നല്ലൊരു നന്മയ്ക്കായിട്ട് ആക്കി തരുന്നു. പിന്നീട് ഒരു ദിവസം കടന്നു വന്ന് വീട്ടിൽ വന്നു പറഞ്ഞു, ഞങ്ങൾ അറിയാത്തൊരാൾ അങ്ങനെ വന്ന് നമുക്ക് വി ക്യാൻ ട്രസ്റ്റ് പറഞ്ഞു. ദൈവത്തോട് അടുക്കണം, എങ്കിലേ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാകത്തുള്ളൂ. നീ ഇപ്പോൾ പോകുന്ന വഴി അത്ര കറക്റ്റല്ല. നിനക്ക് തോന്നുന്നത് കറക്റ്റാണ്, പക്ഷേ ഇറ്റ്സ് നോട്ട് റൈറ്റ്. ദൈവം എല്ലാം കാണുന്നു, ദൈവം എല്ലാം അറിയുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യത്തിൽ ദൈവം കാണുന്നില്ല, വി ക്യാൻ ഹൈഡ്, വി കനോട്ട് ഹൈഡ്. ദൈവത്തെ ഹൈഡ് ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ചിന്തകളെ പോലും അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രശ്നമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് വിൽസനച്ചാനും കുഞ്ഞുമോനും ഞങ്ങളോട് വളരെ ക്ലോസാണ്, ഒരു ചെറിയ ബന്ധങ്ങളുണ്ട്. പലപ്പോഴും വിൽസനച്ചാനും അവർ രണ്ടുപേരും ജ്യേഷ്ഠ സഹോദരങ്ങളെ പോലെ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ അവർ കയറ്റാനുമൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ നന്ദിയോട് ഓർക്കുന്നു. പലപ്പോഴും എൻ്റെ പേരൻ മദറും സഹോദരങ്ങളൊക്കെ ദൂരെയാണ്. എന്നാൽ ഇവർ പലപ്പോഴും ഞങ്ങളെ വേണ്ട ഡയറക്ഷനോ ഗൈഡൻസോ ഒക്കെ പലപ്പോഴും തന്നിട്ടുണ്ട്. അതിനെ ദൈവത്തെ സ്തുതിക്കും, നന്ദിയുള്ളവരാണ്. വിശദവും അതുകൊണ്ട് നമുക്കൊരു വാക്യം വായിക്കാം. എസ്രാ 8:22. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നുവെന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നത് കൊണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് നക്ഷൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്വന്തം അതായത് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൈ അനുകൂലമായിട്ട് വരും, എന്നാൽ ദൈവത്തെ ഉപേക്ഷിക്കുന്നവർക്ക് പ്രതികൂലമായിട്ട് വരും. ഇതാണ് സമ്മറി. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സാക്ഷ്യം. അല്ല, ദൈവത്തെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കിപ്പോൾ ലോകപ്രകാരം വലിയ കാര്യങ്ങളോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനോ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല എങ്കിൽ പോലും ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ എന്നാൽ അതില്ലെങ്കിൽ പോലും നമുക്ക് പറയാൻ ഒരു കാര്യമുണ്ട്. ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവം തക്ക സമയത്ത് മറുപടി തരും. ദൈവത്തിന് ടൈമിംഗ് ഉണ്ട്. ചില സമയത്ത് ഇൻസ്റ്റൻ്റാണ്. ദിവസം പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ആവശ്യമുള്ള ദൈവം ഇൻസ്റ്റൻ്റായിട്ട് വരും. പക്ഷേ ചില കാര്യം ഡിലേ ഉണ്ട്. കാരണം ദൈവത്തിനൊരു പർപ്പസ്, പ്ലാൻ, പദ്ധതിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ രുചിച്ചറിഞ്ഞതാണ് ദൈവത്തെ. അത് പലപ്പോഴും അല്ലെങ്കിൽ എന്നാൽ ദൈവസന്നിധിയിൽ ഒരു കാര്യമുണ്ട്. ദൈവത്തോട് നമ്മൾ അന്വേഷിക്കണം, ദൈവത്തോട് ക്ലോസ് ആകണം. എന്നാൽ ദൈവം നമ്മുടെ അടുത്ത് വേറൊരു വാക്യമുണ്ട്. ഏത് വാക്യം ഞാൻ ഓർക്കുന്നില്ല. നിങ്ങൾ ദൈവത്തോട് അടുത്ത് വരും, എന്നാൽ ഞാൻ നിങ്ങളോടും അടുത്ത് വരും. പ്രശ്നമോ ജീവിതത്തിൽ വരുന്ന പരിശോധനകൾ, ദൈവാസനൊക്കെ ചില പരിശോധനകൾ കടന്നുപോയതാണ്. ചോദിച്ചാലുമൊക്കെ അനുസരിച്ചൊക്കെ വളരെ കടന്ന ശോധനയുടെ കടന്നുപോയതാണ്. അവൻ ഓരോരുത്തർക്കും അങ്ങനെ അവർ ദൈവത്തെ അതിലൂടെ രുചിച്ചറിഞ്ഞ് ദൈവത്തെ ഭാഗത്തെ കടന്നു വരേണ്ടതാണ്. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ള സാക്ഷ്യമുണ്ട്. അതായത് ദൈവത്തെ ചില വിഷയങ്ങൾ, പരിശോധന, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവത്തെ ആഴമായി രുചിച്ചറിയാനുള്ള സാഹചര്യമായിട്ട് മാറും. പരിശോധന അതുകൊണ്ട് നമ്മൾ ചില ആൾക്കാർ പരിശോധന വരുമ്പോൾ ദൈവത്തെ വിട്ടുപോകും. പക്ഷേ അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അത് പരാജയമായിട്ട് ഭവിക്കും. എന്നാൽ നമ്മുടെ പല ബൈബിളിലെ ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കിയാൽ അവർ പരിശോധനയിൽ ഒക്കെ അവർ ദൈവത്തെ വിട്ടുപോകാതെ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിന്നു. പരിശോധന
എന്നാൽ അതിന് ഫലമായിട്ട് ദൈവം അവരെ മാനിച്ചു. പ്രൈസല്ലോ. എൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് അതാണ്. പല വിഷയങ്ങളും എനിക്ക് പറയാനുണ്ടെങ്കിലും സമയമില്ല. കർത്താവ് നേരിട്ട് എനിക്ക് ശരിക്കും ഒരു വിഷൻ കർത്താവിനെ പറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഷിക്കാഗോയിൽ വരുന്നപ്പോൾ ഞാനിങ്ങനെ ഒരു 3-4 ദിവസം ഉപവാസം ഇരിക്കുകയായിരുന്നു. അപ്പോൾ അന്നേരം ഇങ്ങനെ ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചു, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഉപവാസം ഇരിക്കുക. അപ്പം ഇങ്ങനെ കർത്താവ് വന്ന് എൻ്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് പോലെ, എന്താണെന്ന് എനിക്കറിയത്തില്ല, ഗിഫ്റ്റ് പോലെ എനിക്ക് തന്നു. പ്രൈസല്ലോ. അപ്പോൾ എനിക്കത് മനസ്സിലായി. കർത്താവ് ശരിക്കും ഞാൻ അത് കാണും. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഒരു ഭീകരമായിട്ടുള്ള രൂപത്തിൽ അങ്ങനെ ഒന്നും പ്രത്യക്ഷപ്പെട്ടില്ല. എങ്കിലും ഞാൻ അല്പം ഒന്ന് പേടിച്ചു പോയി. കർത്താവ് 4-ാം ദിവസം, ഉപവാസത്തിൻ്റെ 4-ാം ദിവസം. അപ്പോൾ ഞാനിങ്ങനെ കർത്താവ് പക്ഷെ കർത്താവ് അതിനകത്തൊരു മറുപടി ഉണ്ടായിരുന്നു. കർത്താവ് പ്രൈസല്ലോ. ഏത് പരിശോധനയിലൂടെ കടന്നു പോയാലും നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കിട്ടും. പക്ഷെ ദൈവത്തിനെ വിമർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമ്മൾ ദൈവത്തിനെ ഇരുന്നാൽ ദൈവം നിശ്ചയമായിട്ട് സംസാരിക്കും. ദൈവത്തോട് നമ്മളോട് ഇടപെടും. പ്രൈസല്ലോ. ഒരിക്കലും നമ്മുടെ ദൈവത്തിനെ ഇരിക്കുന്നത് നഷ്ടമല്ല. അല്പസമയം ആണെങ്കിലും അത് എത്ര ദിവസം, ഇപ്പം നമ്മളിപ്പോൾ 21 days ഒന്ന് ഘോഷിക്കണം, അങ്ങനെ ഘോഷിച്ചാൽ നല്ലത്. പക്ഷേ അത്രയൊന്നുമില്ല. ചിലപ്പോൾ ഒരു ദിവസം ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 3 days ആകുമ്പോൾ തന്നെ ദൈവം എനിക്കറിയാം. എനിക്ക് പലപ്പോഴും എക്സ്പീരിയൻസ് ഉണ്ട്. ചില ദിവസങ്ങളൊക്കെ ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ ഒരാഴ്ചയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴൊന്നും അങ്ങനെ എടുക്കാൻ ശരീരം ചിലപ്പോൾ അനുവദിക്കില്ല. എങ്കിലും എടുത്താൽ അത് വലിയ അനുഗ്രഹം. പ്രൈസല്ലോ. നല്ലൊരു ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവം നമ്മളോട് ഇടപെടും. ദൈവം നമ്മുടെ വഴികൾ കാണിച്ചു തരും. പ്രൈസല്ലോ. വഴികൾ തുറക്കപ്പെടും. പ്രൈസല്ലോ. ഹല്ലേലൂയ. ചില വിഷയങ്ങളിൽ ദിവസം ഇരുന്നാൽ ദൈവം നിശ്ചയമായിട്ട് മറുപടി തരുന്ന ദൈവമാണ്. നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. ചിലപ്പോൾ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചെന്നിരിക്കത്തില്ല, വചനത്തോട് സംസാരിക്കും. പ്രൈസല്ലോ. ദൈവം നമ്മൾ ചോദിച്ചാൽ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ നിശ്ചയമായിട്ട് മറുപടി നമ്മളെ മാനിക്കുന്ന ദൈവമാണ്. നമ്മൾ അല്പസമയം ദൈവസേനയിൽ ആരാധിച്ചാൽ അതും വിടുന്നതാണ്. പ്രൈസല്ലോ. എനിക്ക് പലപ്പോഴും അനുഭവമുണ്ട്. ചില വിഷയങ്ങളൊക്കെ ഞാനിങ്ങനെ ഭാരപ്പെട്ട് ചില സമയത്ത് ഇങ്ങനെ ഒട്ടും ഒരു രക്ഷയില്ലാത്തുള്ള അനുഭവത്തിലൂടെ ഞാൻ നാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ അല്പസമയം ദൈവസേനയിൽ ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു വിടുതൽ. നമ്മുടെ ചങ്ങലകളൊക്കെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. അത് പൗലോസും ശീലാസും കനായിലായിരുന്നപ്പോൾ ദൈവത്തെ ആരാധിച്ചപ്പോൾ ആ ചങ്ങലയൊക്കെ അഴിഞ്ഞു മാറും. പ്രൈസലോട്. എന്നാൽ അത് അക്ഷരീയമായിട്ട് നമുക്ക് അന്ന് ഒരു അക്ഷരീയ ചങ്ങലകൾ, ചില ആത്മീയ ചങ്ങലകളുണ്ട്. പ്രൈസലോ. ശത്രു ബന്ധിക്കുന്ന ബന്ധനങ്ങളുണ്ട്. ചില പാരമ്പര്യ ബന്ധനങ്ങളായിരിക്കാം, ചില ശാപങ്ങൾ, പാരമ്പര്യ ശാപങ്ങളായിരിക്കാം, ജാതീയ ബന്ധനങ്ങളായിരിക്കാം. നമ്മൾ ചിലപ്പോൾ പാരമ്പര്യത്തിലേക്ക് വരുമ്പോൾ ചില ബന്ധനങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യും. പക്ഷേ എന്നാൽ അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ആത്മീയ ആരാധന, ഉപവാസം, അല്ലെങ്കിൽ 2 ദിവസം ആരാധിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ചില ചങ്ങലകളൊക്കെ അഴിഞ്ഞു മാറും. പ്രൈസല്ലോ. ആത്മീയമായി സ്പിരിച്വൽ ബോണ്ടേജ് അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ആരാധന, ഉപവാസം ഇതൊക്കെ ഉണ്ടെങ്കിൽ സാധിക്കും. പക്ഷേ എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. പല ജീവിതത്തിൽ വലിയ വിഷയങ്ങൾ, എത്രയോ വിഷയങ്ങൾ വിടുതൽ കണ്ടിട്ടുണ്ട്. പ്രൈസല്ലോ. അങ്ങനെ ദൈവത്തിൻ്റെ കൈ അനുകൂലമായിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രൈസല്ലോ. ഹല്ലേലൂയ. ഒരു അനുഭവം കൂടെ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഷിക്കാഗോയിൽ വന്നപ്പോൾ ഇങ്ങനെ നമ്മുടെ മോനിങ്ങനെ ഒരു 2 വയസ്സുള്ളപ്പോഴാണ് ഇങ്ങനെ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവനിങ്ങനെ പെട്ടെന്ന് ഓടിച്ചാടി ഇങ്ങനെ നടക്കുന്ന ഒരു അനുഭവം. അവനിങ്ങനെ അപ്പോൾ പെട്ടെന്ന് അത് വീണു. അതൊരു പാർക്കിൻ്റെ ഒരു ഹൈ ലെവലിലായിരുന്നു. അത് വീണു. പെട്ടെന്ന് തന്നെ ഞാനെന്നെ വായിച്ചു. ഞാൻ ഒരു നിമിഷത്തേക്ക് എൻ്റെ കൈ കണ്ണൊന്ന് മാറുന്നു. അപ്പോഴത്തേക്ക് അവനങ്ങ് വീണു. വീണാൽ അവൻ്റെ കൈ ഇതായി. ഞാനെന്തോ സമയത്ത് എനിക്കറിയത്തില്ല, പകച്ചു നിൽക്കുക. എന്നാൽ ഉടനെ നീനെ വിളിച്ച് പറഞ്ഞു. നീനെ വീട്ടിലായിരുന്നു. ഞാനിങ്ങനെ പാർക്കിലിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ആ സംഭവം. പെട്ടെന്ന് എനിക്ക് ലാൻഡ്ലോഡൊക്കെ വിളിച്ചു. അപ്പം ആംബുലൻസൊക്കെ വന്ന് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ അവിടെ ചെന്ന് പറഞ്ഞു, വി ക്യാൻ ഡു എ സർജറി ബട്ട് ഇറ്റ് മേ നോട്ട് ബി ഇറ്റ് ഈസ് എ 50-50 ചാൻസ്. അപ്പോൾ അത് ഞാൻ ആ എമർജൻസി റൂമിൽ ഒറ്റ കരച്ച് ഞാൻ മനഃപൂർവ്വമല്ലല്ലോ ഇങ്ങനെ ഒറ്റ കരച്ച്. അത് അവിടെ ഉള്ളവർ കേട്ട് കാണും. എന്നാൽ കർത്താവ് ആ പ്രാർത്ഥന കേട്ടു. അങ്ങനെ മറ്റു പലരും പ്രാർത്ഥിച്ചു. നമ്മളെല്ലാം നമ്മുടെ ദൈവദാസനും സഭയൊക്കെ പ്രാർത്ഥിച്ചു, അമ്മയൊക്കെ പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം അല്ലെങ്കിൽ നമ്മുടെ ഒരിക്കലും നമ്മളെ കൈവിടുന്ന ദൈവമല്ല. അത് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഡോക്ടറാണ് സർജറി ചെയ്തത്. ആ സർജറി ചെയ്ത ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ ഡോക്ടറാണ്. അവർ പറഞ്ഞിങ്ങനെ it may be a success, it may not be. He may become a handicap for the rest of his life. A chance. ഞാനെച്ചാൽ പഠിച്ചു. ഞങ്ങളെ കുടുംബമായിട്ട് കർത്താവ് വിശ്വസ്തനാണ്. അവൻ ദൈവം അതിന് അത്ഭുതകരമായ അവനെ വിളിച്ചു. കൈ നോർമലായി പഴയതുപോലെ വേനക്കാൻ വ്യക്തമായിട്ട് നോർമലായി കർത്താവ്
ആ സമയമൊക്കെ വലിയ പരിശോധന സമയമാണ്. എന്നാൽ കർത്താവ് ഞങ്ങളെ നടത്തിയ വിധം ഓർക്കുമ്പോൾ അങ്ങനെ എത്ര എക്സ്പീരിയൻസ് ആണ് ജീവിതത്തിൽ വന്നപ്പോൾ. പല വിഷയങ്ങളിലൂടെ കർത്താവ് ഞങ്ങൾ ശിക്കാവിലൂടെ കടന്നു വരുമ്പോൾ തന്നെ വ്യക്തമായിട്ട് അടയാളം പറഞ്ഞു. നിങ്ങൾ ആ സ്ഥലത്തു നിന്ന് മാറിപ്പോകും, വ്യക്തമായൊരു ദേവാസനോട് വ്യക്തമായിട്ട് ഞങ്ങൾ അറിയാത്തൊരു ദേവാസന. എന്നാൽ വ്യക്തമായിട്ട് ഞങ്ങളോട് സംസാരിച്ചു കർത്താവ് അനേക അത്ഭുതങ്ങൾ. ഹല്ലേലൂയ. നമ്മൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞിരിക്കുക, നമ്മൾ എവിടെയൊക്കെ പരാജയപ്പെട്ടോ അവിടെയൊക്കെ നമ്മളെ ദൈവം മാനിക്കും. നമ്മൾ ഏത് ഏരിയയിലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഏരിയയിൽ നമ്മൾ ലജ്ജിച്ച് പോയിട്ടുണ്ടോ അവിടെ എല്ലാം കർത്താവ് നമ്മളെ അവിടെ ഞാൻ ചില കാര്യം ചിന്തിക്കുകയാണ്. ചില വിഷയങ്ങളൊക്കെ ഞാൻ പരാജയപ്പെട്ടെടുത്തു. അവിടെ കർത്താവ് ആ ഏരിയയിൽ ഞാൻ ഇമിഗ്രേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്, അതുപോലെ ഫെഡറൽ ഗവൺമെൻറ്, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് വിസയുടെ വിഷയം, ഇമിഗ്രേഷൻ്റെ വിഷയത്തിലൊക്കെ ഞാൻ ഒത്തിരി ഭാരപ്പെട്ട അനുഭവം, നീതിയായ ന്യായമായി വിളിക്കുന്നത് എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ മാറിപ്പോയ അനുഭവമുണ്ട്. എന്നാൽ ആ ദൈവം മാറാത്തൊരു ദൈവം, അല്ലെങ്കിൽ നീതിയായി ന്യായമായി വിധിക്കുന്ന ദൈവം. ഞാൻ ഒരിക്കലും അമേരിക്ക വരണമെന്ന് ആഗ്രഹിച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എങ്ങനെയും പ്രശ്നം വന്ന പ്രതികൂലമൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മതി, എനിക്ക് കർത്താവ് ഞാൻ ഇവിടെ അവിടെ കൊള്ളാം. പക്ഷേ കർത്താവ് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഇവിടെ കൊണ്ടുവരണം, ഇവിടെ വന്ന് പാലിക്കണം. എന്നാൽ ഇവിടെ ഡാളസിൽ വന്നപ്പോൾ അതേ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ജോലി കർത്താവ് തന്നു. പ്രശ്നമോ അതുപോലെ ചില വിഷയങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ് വിഷയമായിട്ട് ചില വിഷയങ്ങൾ ഭാരപ്പെട്ട അനുഭവങ്ങളുണ്ട്. അവിടെയും ചില വിഷയങ്ങൾ ജോലിയില്ലാതൊക്കെ കടന്നുപോയ അനുഭവം. അങ്ങനെ പല വിഷയങ്ങളും ഞങ്ങൾ കടന്നുപോയി. എന്നാൽ കർത്താവ് ഞങ്ങളെ നടത്തിയ വിധങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഏലിയാവിനെ പോലെ കാക്കയെ കൊണ്ടുവന്ന് ഞങ്ങളെ കൂട്ടുന്ന പോലെ അതുപോലുള്ള അനുഭവങ്ങൾ കടന്നുപോയി. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലിയിൽ അവിടെ ഞങ്ങൾ ചില വിഷയങ്ങൾ ഭാരപ്പെട്ട അവിടെ തന്നെ ജോലി അവിടെ അത്ഭുതങ്ങൾ ജോലി ചെയ്യാൻ സാധിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിശ്വസ്തയാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ. പല വിഷയങ്ങളൊക്കെ ഭാരപ്പെട്ടു. എന്നാൽ ദൈവം തക്ക സമയത്ത് മറുപടി തന്നു. ഇനി ചില വിഷയങ്ങളൊക്കെ ഉണ്ടെന്നാൽ ദൈവം അതിന്മേലും മറുപടി തരാൻ ശക്തനാണ്. ഞങ്ങളത് കഴിയാൻ അനുഭവങ്ങൾ ഓർക്കുമ്പോൾ കർത്താവിന് വേണ്ടി വേണ്ട രീതിയിലൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അതേ ഉള്ളൂ ദുഃഖം. കാണുന്നവരൊക്കെ സുശേഷം ചിലരോടൊക്കെ പറയും, എല്ലാവരോടും പറയാൻ പറ്റത്തില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കർത്താവിൻ്റെ വരവെടുത്തു. ദൈവാസം പറഞ്ഞതുപോലെ ഇനി അധികം താമസമില്ല. ഇനി ഇന്നാണോ നാളെയാണോ അല്ലെ എത്ര നാളുണ്ടെന്ന് അറിയത്തില്ല. നമ്മുടെ ജീവിതം തന്നെ എത്ര നാളുണ്ടെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഇങ്ങനെ റയൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ക്ലാസ്മേറ്റിൻ്റെ ഫാദർ മരിച്ചുപോയി. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക, നമ്മുടെ ജീവിതം എത്ര ഹ്രസ്വമാണ്. എൻ്റെ ഒരു സുഹൃത്ത് ഷിക്കാഗോയിൽ മരിച്ചു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ വർഷം എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടായിരുന്നു. അത് എൻ്റെ സമപ്രായക്കാരാണ്. അപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല എത്ര നാളെ ഭൂമിയിലുണ്ട്. കർത്താവ് ഉള്ള കാലത്തോളം കർത്താവിനോട് ജീവിക്കുക. നമുക്ക് വലിയ ജോലിയോ ഇങ്ങനെ ഓട്ടം ഓടി ഇങ്ങനെ നമുക്ക് ഇപ്പോൾ കേട്ടല്ലോ കുവൈറ്റിലെ 2 നേഴ്സുമാർ അവർ തമ്മിൽ കുത്തി മരിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ കഥ വേറെയാണ്. എങ്കിലും ഓട്ടം ഓടി. പക്ഷേ അവർ ദൈവത്തെ അറിഞ്ഞില്ല. അവരിങ്ങനെ 2 പണം ഉണ്ടാക്കാൻ ഓടി. പക്ഷേ തലമുറകൾ അനാഥമായി. ഞങ്ങളങ്ങനെ വരരുത്. നമ്മൾ വലിയ കാര്യങ്ങൾ ജോലിയോ വലിയ കാര്യങ്ങൾ ഇല്ലെങ്കിലും ദൈവസന്നിധിയിൽ അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് വേണ്ടി ജീവിച്ച് ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഈ വീട്ടിൽ നമ്മൾ ലോകത്തിൽ ജോലി ആവശ്യമുണ്ടെന്നല്ല ആവശ്യമാണ്. എന്നാൽ കർത്താവിനെ മറന്നുകൊണ്ടുള്ള ഓട്ടവും കാര്യങ്ങളൊക്കെ അത് പരാജയത്തിൽ കലാശി. പല കുടുംബങ്ങൾ അമേരിക്കൻ പല ജീവിതങ്ങൾ അങ്ങനെ പരാജയപ്പെട്ട അനുഭവങ്ങളുണ്ട്. എന്നാൽ പെന്തിക്കോസ്തുകാരുടെ തന്നെ എന്നാൽ നമ്മൾ ദൈവത്തെ ഒരാൾ ജോലിക്ക് പോയാൽ ഒരാളെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അത് വലിയ വിടുതലാണ്. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ആവശ്യമാണ്, ജീവിതത്തിൽ ആവശ്യമാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ട്. അതാണ് നമ്മൾ വായിച്ചത്, ഇസ്രായേലിന്റെ പ്രവചനത്തിൽ വായിച്ചത് 8. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവരുടെ കൈ അനുകൂലമായിട്ട് വരും. എന്നാൽ പ്രതികൂലമായിട്ട് നിന്നാലോ ദൈവത്തെ ഉപേക്ഷിച്ചാലോ പ്രതികൂലമായിട്ട് വരും. എനിക്ക് പല എക്സ്പീരിയൻസ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാനവിടെ നിർത്തിയാണ്. എൻ്റെ കുടുംബത്തിൽ തന്നെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഒക്കെ അനുഭവത്തിലൊക്കെ അവർ വിശ്വാസം വന്നിട്ട് തിരിച്ചു പോയി ജീവിതത്തിലേക്ക് കംപ്ലീറ്റ് അട്ടർ ഫെയിലിയറായിട്ട് മാറിയ അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട്. കാശ് ഇഷ്ടം പോലെ ഉണ്ട്, എന്നാൽ അട്ടർ ഫെയിലിയറായി മാറിയ അനുഭവങ്ങൾ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ഉപേക്ഷിച്ചാൽ അതൊരു വല്ലാത്ത പരിതാപനമവസ്ഥ. എന്നാൽ ദൈവത്തോട് ചെയ്യുന്നാൽ ദൈവം നമ്മൾ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കും, മാനിക്കും. ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ചില സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചില സമയത്ത് അയ്യോ കർത്താവ് പരിഹാരമില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ക്യാൻ വി മൂവ് ഫോർവേഡ് എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെടുന്നവർ. എന്നാൽ ദൈവസന്നിധിയിൽ പിറുപിറുക്കാതെ ദൈവാസം പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കൾ പിറുപിറുത്തപ്പോൾ ദൈവം എന്ത് ചെയ്തു? അത് ഡിലേ ആക്കി, ഒന്നുകൂടെ അത് ഇതാക്കി. കർത്താവിനെല്ലാം കഴിയുമോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. എന്നാൽ
തക്ക സമയത്ത് ദൈവം നമ്മളെ ഉയർത്തുവാൻ ജോഷിയും കാലേബും നിന്ന പോലെ അങ്ങനെ നിൽക്കാനുള്ള കൃപ പ്രാപിക്കണം. പ്രൈസലോ ഹല്ലേലൂയ. അവിടെ നമ്മളെ കനാൻ ദേശത്ത് നമ്മളെ എത്തിക്കുന്നതിനോ ഹല്ലേലൂയ നമ്മൾ അത് പിന്നെ ആ നിത്യമായ കനാൻ നമുക്ക് വേണ്ടി അവിടെ നമ്മൾ എത്താൻ വേണ്ടി നമ്മൾ. എന്നാൽ ഇവിടെയും നമ്മുടെ ചില വിഷയങ്ങളിൽ കർത്താവ് പരിഹാരം തരാൻ ശക്തനാണ്. പ്രൈസലോട് അത് നമ്മൾ ഒരു കാര്യം ദൈവത്തിൽ ഉറച്ചു നിൽക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ വിശ്വാസം പരിശോധനയ്ക്ക് വരും എന്ന ഈ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യാക്കോബിന്റെ നേരത്തെ പറഞ്ഞു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ കൊള്ളാതെ തിരഞ്ഞ ദൈവം ഒരിക്കൽ വാഗ്ദത്ത കിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷകളോ പ്രയാസങ്ങളോ കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ ഉടനെ വെറുതെ പിന്മാറിപ്പോകാനല്ല, നമ്മൾ ഉറച്ചു നിന്ന് ദൈവസന്നിധിയിൽ ആ മറുപടി ലഭിക്കുമ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടല്ലേ 18-ാം അധ്യായത്തിൽ ലൂക്കോസ് 18-ൽ പിന്നെ കർത്താവ് പറഞ്ഞത് മടുത്തു പോകാൻ പ്രാർത്ഥിക്കുന്ന വിധവ വന്ന് കണ്ടിന്യൂസ് ആയിട്ട് ആ ന്യായാധിപനടുത്ത് വന്നു. ലോകപ്രകാരം ന്യായാധിപനാണ്, പക്ഷേ എന്നാൽ ഒടുവിൽ ന്യായാധിപൻ തന്നെ സമ്മതിച്ചു. അതുപോലെ നമ്മൾ മടുത്തു പോകാൻ ഞാൻ എവിടെ നിർത്തിയ സ്തോത്രം. അതെ, നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസത്തോടെ നിൽക്കണം. ഇത്രയും സമയം വന്ന ഞാൻ നന്ദി അറിയിക്കുന്നു. നമ്മൾ ആരാധന ധാരാളം അനുകരിക്കട്ടെ. ഞങ്ങളെ കുടുംബമായിട്ടോർത്ത് പ്രാർത്ഥിക്കണം അപേക്ഷിക്കുന്നു. സമയം കൊടുക്കണമെന്നുണ്ട്. നമ്മുടെ സഹായകമായതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് വന്നതാണ്. ദൈവം സഹായിക്കട്ടെ. തൻ്റെ മകനെ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയത് വളരെ അത്ഭുതമാണ്. ആ കുടുംബം കടന്നുപോയ പല വേദനകളിലും ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ ദൈവകൃപ തന്നിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പം ഹിന്ദു സിസ്റ്റർ ഒരു മലയാളം പാട്ട് പാടുമ്പോൾ നമ്മൾ സ്വതന്ത്രാഴ്ച എടുക്കുന്നതായിരിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഇഹലോകലോകരിലൊരു സുഖവും മനഃശാന്തിയതും അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ.
ദൈവത്തിൽ പ്രാർത്ഥിപ്പാനുള്ള ചുരുക്കമായ ചില വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ പകൽക്കാലം വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ഈ രാവിലെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം നമ്മൾ നടത്തിയ വിധങ്ങൾ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതായിട്ട് നമ്മുടെ ദേവദാസിനെ കുടുംബമായി ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. എന്റെ മകൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയ സർജറിയില് ദൈവത്തിന്റെ കരം ഡോക്ടർമാരുടെ കരത്തോട് ചേർത്ത് വെച്ച് ദൈവം പൂർണ്ണമായി തന്റെ മോനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന വിടുതലായ ദിവസങ്ങൾ ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തുമാറാകട്ടെ എന്ന് കർത്താവേ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദേവദാസിനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾ അറിയുന്നില്ല, എന്നാൽ സ്വർഗത്തിലെ നാഥൻ അറിയുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെ കർത്താവേ ഭവനത്തെ നിന്റെ കരങ്ങൾ തരുന്നു. ഇങ്ങനെ ഒരു ഫെസിലിറ്റി കർത്താവേ ഈ ഫോണിയുടെ പ്രദേശത്ത് കർത്താവെ തുറന്നു കൊടുക്കുവാൻ ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത നല്ല പ്രാഗൽഭ്യത്തിനായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളുടെ കർത്താവെ ആവശ്യങ്ങളിൽ മേൽ കരുണ കാണിക്കണം. അവർ ഈ ദിവസങ്ങളിൽ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ കർത്താവിന്റെ കരം ഇറങ്ങുന്നത് കാണുവാൻ അവർക്ക് ഇടയാക്കണം. പ്രത്യേകിച്ച് ബിന്ദുസിന്റെ കരങ്ങളിൽ നമ്മൾ കൂടി കേട്ട സാക്ഷ്യം കർത്താവെ അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ട ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് കഴിയാത്തത് ഒരു കാര്യവുമില്ല. അവർ കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ദൈവം വീണ്ടും മാനിക്കണം. ഈ ദിവസങ്ങളിൽ അസാമാന്യമായ ചില കഴിവുകളാൽ എന്റെ മകളെയും കുടുംബത്തെയും ഇവിടെ നടത്തുമാറാകണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ കാര്യങ്ങൾ ഞങ്ങളുടെ ഇടയിൽ കർത്താവെ രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, ക്യാൻസറാൽ ഭാരപ്പെടുന്നവരുണ്ട്, പലവിധമായ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ കയ്യിലെ മാത്യുവിനെയും കുഞ്ഞുമോളും അമ്മമ്മയും സുമിയെയും സാൻകുട്ടിയെയും ജോൺ നമ്മുടെ സജീവത്തിന്റെ ഡാഡിനെയും ഒക്കെ ഓർത്തുകൊണ്ട് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ശ്രീ മാത്യു സർജറിയിലായിരുന്നു, റിക്കവറിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ രാവിലെ സമയം ഞങ്ങൾ ഒരുമിച്ച് നമുക്ക് എല്ലാവരും കൂടാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ ആ മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. മാത്യു ജോൺ അതായത് നമ്മുടെ രാഴ്ചാന് നിങ്ങൾക്കെല്ലാം അറിയാമെന്നറിയില്ല, ആ മകനും വളരെയധികം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവം കൊടുത്ത വിടുതലിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാവരെയും വഹിച്ചുകൊണ്ട് ഈ രോഗികളെ എല്ലാം വഹിച്ചുകൊണ്ട് ഞങ്ങൾ ഈ രാവിലെ സമയം പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പല വിധത്തിലുള്ള വിഷയങ്ങളിൽ കൂടി കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. പലരും നമ്മളോട് പ്രാർത്ഥിപ്പാൻ പറഞ്ഞിട്ടുള്ള കുടുംബങ്ങളുണ്ട്. അവരെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മുടെ വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് രാവിലെ സമയം പ്രാർത്ഥിച്ചതിന് ജയമെടുക്കുന്നു. ദൈവത്തിന്റെ കരം കാണുവാൻ കർത്താവ് ഇടയാകണം. ഞങ്ങളുടെ ചർച്ചനെ ഓർക്കുന്നു, ഇതിന്റെ ഫെസിലിറ്റിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുതിയ ഫെസിലിറ്റിക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ഫോണിൽ അനേകരുണ്ട് കർത്താവ്. അവരൊക്കെ വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ കർത്താവ് ഒരുമിച്ച് തന്നെ ആരാധിപ്പാൻ ദൈവത്തിന്റെ കൃപ അവിടുന്ന് ആമേൻ ചൊരിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവ് എടുക്കപ്പെട്ട സ്തോത്ര വഴിപാടിന് തന്റെ വേലയെ മാനിച്ച് കൊടുത്ത കർത്താവെ ഈ നന്മയെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് മടക്കി കൊടുക്കണം. അമർത്തി കുലുക്കി കവിയുന്ന അളവിനെ കൊടുത്ത് നീ മാനിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. അടുത്തതായിട്ട് നമ്മളെ ദൈവവചനം ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. 11:45 വരെയുള്ള സമയം ദൈവവചനമുണ്ട്. ഇനി കുര്യനാണ് ദൈവവചനം സംസാരിക്കുന്നതിനായി ഉണ്ടാകട്ടെ. ദൈവമക്കളുടെ മധ്യേ ദൈവവചനവുമായി ഈ വിശുദ്ധ ദിവസം പാൽക്കാലം നിൽക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദൈവദാസനോട് ദൈവമക്കളെല്ലാം നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടെ ദൈവദാസന് ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫാസ്റ്റ് റിക്കവറിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പാൽക്കാലം വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ പറയാമോ? John chapter 9 verse 4-5. As long as it is day, we must do the works of him who sent me. Night is coming when no one can work.
While I am in the world, I am the light of the world. Amen. Hallelujah. ഞാൻ മലയാളത്തിൽ കൂടെ വായിക്കുന്നു. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ രാജാവേ, അങ്ങയുടെ കുടുംബത്തേക്ക് വീണ്ടും ഏഴകൾ നോക്കുന്ന പാപമായി കഴിവില്ലാത്ത അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന കർത്താവേ, അങ്ങയുടെ നാവിനെ എടുത്ത് ഉപയോഗിക്കണമേ. ആത്മാവിൽ സംസാരിക്കാൻ ബുദ്ധിയുടെ പ്രമാണത്തിലൊന്നും പറയാൻ അനുവദിക്കല്ലേ കർത്താവേ. പറയുന്ന ഏടിക്കും കേൾക്കുന്ന അടിയുടെ മക്കൾക്ക് വല്ല ഒരുപോലെ അനുഗ്രഹമാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. സോ നമുക്ക് ഞാൻ ഈ വായിച്ച വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനു മുമ്പ് ഇതിന്റെ ഒരു സാഹചര്യം, അതിന്റെ 1-2 വാക്യങ്ങൾ പറയുന്നത് ഞാൻ കൂടുതലും പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് മനസ്സിലാകാൻ. കാരണം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യങ്ങളാണ്. ഇതിന്റെ തുടക്കത്തിൽ 9:1 തൊട്ട് വായിക്കുന്നു. അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട് റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്ക വിധം ആര് പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവൻ എങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവ പ്രവൃത്തി അവനിൽ വെളിവാകേണ്ടത് തന്നെ. സോ ഇതാണ് സിറ്റുവേഷൻ. പറഞ്ഞേച്ചാണ് യേശു ആ വാക്ക് ശിഷ്യന്മാരോട് പറയുന്നു. കാര്യം അവിടെ യേശു ശിഷ്യന്മാരുമുണ്ട്. അത് ശിഷ്യന്മാരാണ് യേശുവിനോട് ചോദിച്ചത്. സോ ഇതിന് പുറകിലേക്ക് ഞാൻ ഇതിന്റെ ചാപ്റ്റർ 8 കടന്നു വന്നപ്പോഴേ ബോബി ബ്രദർ പറഞ്ഞ പോലെ എൻകൗണ്ടർ നമുക്കെല്ലാം ജീവിതത്തിലെ ക്രിസ്ത്യാനികളായി നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഞാനും ഒരു ക്രിസ്തീയ കുടുംബത്തിൽ വളർന്നതാണ്. മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർത്തപ്പെട്ടതാണ്. എൻ്റെ മാതാപിതാവൊക്കെ വളരെ ദൈവഭക്തരായി ജീവിച്ചു, നല്ല മാതൃക കാണിച്ചു തന്നു. സോ ഞാനൊരു 31 വയസ്സ് വരെ ഞാൻ ചെയ്ത പ്രവൃത്തികളെല്ലാം ഈ 8-ാം അധ്യായം വായിക്കുമ്പോൾ എന്നെ അത് ചിന്തിപ്പിക്കുന്നതാണ്. കാരണം ഇതിനകത്ത് യേശു ക്രിസ്തുവായിട്ടുള്ള എൻകൗണ്ടർ അനേകർക്ക് അനുഭവക്കാരുടെ പുതിയ നിയമത്തിലെ ഈ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ കഴിഞ്ഞു. സോ നമ്മൾ 8-ാം അധ്യായം സമയം ഞാൻ എടുക്കുന്നില്ല, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ മതി. 8-ാം അധ്യായത്തിന്റെ 12 തൊട്ട് 59 വരെയുള്ള വാക്കുകൾ. ആദ്യം നമുക്കറിയാം, വ്യഭിചാരിണിയെ, ഒരു അഡൽട്രസിന്റെയെ യേശുവിനെ എടുത്തു കൊണ്ടിരുന്നതാണ്. ആ ഭാഗം കഴിഞ്ഞതിന് ശേഷം 12 തൊട്ട് 59 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് യേശുവുമായിട്ടുള്ള പരീശന്മാരുടെ അല്ല യഹൂദന്മാരുടെ എൻകൗണ്ടർ. സോ അവിടെയെല്ലാം യേശു ഒരു കാര്യം മാത്രം പറയാനായി ലോകത്തിൽ വന്നത്, അതായത് ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അയച്ചതാണ്. സോ അപ്പൊ യേശു പല പ്രാവശ്യം ഇവർക്ക് ഇതൊന്ന് വെളിപ്പെടുത്തി കൊടുക്കാൻ, റെവലേഷൻ ഉണ്ടാകുവാനായിട്ട് പല പ്രാവശ്യം. അതിന്റെ തുടക്കത്തിൽ ഒരു വാക്യം ഞാൻ വായിക്കുന്നു. യേശു പിന്നെ അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്ന ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. അപ്പൊ പരീക്ഷന്മാരോട് നിന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ നിന്റെ സാക്ഷി സത്യമല്ല. സോ ബാക്ക് ആൻഡ് ഫോർത്ത് ആർഗ്യുമെന്റ്സ് തന്നെയാണ് കാണുന്നത് ഇവിടെ. സോ അത് ഞാൻ സമയക്കുറണ്ട് അതിലേക്ക് പോകുന്നില്ല. സോ എടുത്ത് വായിച്ചു നോക്കണം ദൈവമക്കളെ. കാരണം നമ്മൾ ഒത്തിരി വായിച്ചിട്ടുള്ള, എന്നിരുന്നാലും ആ ഒരു കൺസെപ്റ്റിൽ അത് വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ദൈവാത്മാവ് വീട്ടിൽ നമുക്ക് വെളിപ്പെടുത്തി തരും. സോ ഇവിടെ എൻകൗണ്ടർ പരീക്ഷന്മാർക്കും ശാസ്ത്രിമാർക്കും യേശുവുമായിട്ട് ദേവാലയത്തിൽ വെച്ചുണ്ടായി. അവിടെയെല്ലാം യേശു ഒന്നു മാത്രം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ മനസ്സിലാക്കാതിരുന്ന കാരണം ഞാൻ ഈ ലോകത്തിൽ മനുഷ്യപുത്രനായി കടന്നു വന്നത് നിങ്ങളുടെ പാപത്തിന്റെ വിടുതലിന് വേണ്ടിയാണ്. സോ നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. സോ ബിക്കോസ് ഓഫ് ദാറ്റ് വി ഓൾ ആർ സിന്നേഴ്സ്. അപ്പൊ യേശുവിനെ നമ്മൾ നമുക്ക് ആ വാക്യങ്ങളൊക്കെ അറിയാവുന്ന യേശുവിനെ when you accept him as your personal savior. സോ യേശുവിന്റെ രക്തമാണ് നമ്മുടെ പാപങ്ങളെ കഴുകുന്നത്. അല്ലാതെ ഇപ്പൊ ഞാൻ പറയില്ല എന്റെ മാതാപിതാവും ദൈവഭക്തരായതുകൊണ്ട് എന്നെ ദൈവത്തിന് അങ്ങനെ കൺസിഡർ ചെയ്യാനായിട്ട് കഴിയത്തില്ല, നല്ല പൈതലാണെന്ന്. ഞാൻ അതിലേക്ക് കടന്നു വരികയാണ്. സോ ഇവിടെ സംസാരിക്കുമ്പോൾ ഈ പരീക്ഷന്മാരോടും ശാസ്ത്രിമാരോടും വളരെ വ്യക്തമായിട്ട് യേശു പറയുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഇതെല്ലാം ഈ പരീക്ഷന്മാരെ പറ്റിയൊക്കെ നോക്കുമ്പോൾ ജനിച്ച് ചെറിയ അറിവാകം മുതൽ തന്നെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളൊക്കെ ഇവരെ കാണാതെ ഇവർ പഠിച്ചിരിക്കുന്നതാണ്. സോ ഇതുകൊണ്ട് ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു നല്ല ഒരു റെവലേഷൻ ഈ ദൈവത്തെ പറ്റി ഉണ്ടായിരുന്നെങ്കിൽ, സോവറിൻ ലോർഡിനെ പറ്റി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും കാര്യങ്ങൾ ഇവർ ഗ്രഹിക്കേണ്ടതാണ്. സോ ഇവരുടെ ജീവിതത്തിൽ വന്നത് നോളജ് കൊണ്ട് അവര് നമ്മുടെ കൊരിന്ത്യർ ലേഖനത്തിലേക്ക് 8:1 1 കൊരിന്ത്യർ 8:1 പറയുന്നു, അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു. സോ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള ജ്ഞാനം അവരിതൊന്നും കാണാതെ പഠിക്കുമായിരുന്നു. സോ ഇത് പഠിച്ചിട്ട് ഇവർക്ക് അതനുസരിച്ച് ജ്ഞാനം എപ്പോഴും നമ്മളിൽ വർദ്ധിക്കുമ്പോണ്ടല്ലോ നമുക്ക് എപ്പോഴും ഒരു ജഡ്ജ്മെന്റ് സ്പിരിറ്റ് അത് നാച്ചുറലി ഒരു മനുഷ്യന് വരുന്നതാണ്. കാരണം ഇപ്പൊ എനിക്കെല്ലാം അറിയാമെന്ന് തോന്നുക,
അപ്പോൾ ഒരാൾ ചിലപ്പോൾ എനിക്കറിയാവുന്ന സബ്ജക്റ്റ് ആയിരിക്കും അവർക്ക് ദൈവം കൊടുത്തതിൽ പറയുമ്പോഴും ഞാൻ അതിനകത്തൊരു ജഡ്ജ്മെന്റ്സ് വരെ അത് കറക്റ്റാണോ, അങ്ങനെ ആയിരിക്കുമോ, അത് ദൈവാത്മാവിന് ഇത് വിവേചിക്കണം, അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഈ കൂടുതൽ ജ്ഞാനം വരുമ്പോഴേ അവരുടെ വിചാരം ദേ ക്യാൻ ഡു എവറിത്തിങ്, ദേ നോ എവറിത്തിങ്. സോ ആരെന്തോ പറഞ്ഞാലും അതിനെ അവരൊരു ഇത് കൊടുക്കുന്നില്ല. സോ അങ്ങനെ ഒരു എൻകൗണ്ടറാണ് ഈ പരീക്ഷന്മാർക്കും സദൂക്യർക്കും കർത്താവുമായിട്ടുണ്ടായത്. അതുകൊണ്ട് ഈ ജീവന്റെ ദൈവത്തെ രുചിച്ചറിയുവാനായിട്ട് ഈ കർത്താവ് എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്ന് രുചിച്ചറിയാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. സോ അതിൽ നിന്ന് നമ്മൾ അതിന് 29-ാമത്തെ വാക്യം 30-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്ന 8:30 നമ്മൾ വായിച്ചതിലേക്ക് വരും കേട്ടോ. 8:30 ഇങ്ങനെ പറയുന്നു, അവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. സോ ഈ ശാസ്ത്രിമാരും പരീക്ഷന്മാരിൽ നിന്നും ഒരു ഗ്രൂപ്പ് ഈ സത്യത്തെ അറിയുവാനും വിശ്വസിക്കാനും ഇടയായി തീർന്നു നമ്മൾ അവിടെ വായിക്കുന്നു. സോ ഈ വിശ്വസിച്ചവരെ കർത്താവ് വെറുതെ വിട്ടില്ല. കർത്താവിന് അവരെ മറ്റൊരു ഒരു ഫോളോവർ ആക്കി, ഒരു ഡിസൈപ്പിൾ ആക്കി കൊണ്ടുപോകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സോ ഉടനെ കർത്താവ് പറയുന്നത് 31 വായിക്കുന്നു, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. സോ അവിടെ അതായത് പുത്രിത്വമായിട്ട് പറഞ്ഞ പോലെ ഒക്കെ നമ്മൾ ഈ കാലത്തേർക്കും കുറച്ച് പേര് രക്ഷിക്കപ്പെടുന്നു പറയാൻ നമ്മളൊരു 1000 പേരുടെ ഒരു എൻ്റെ വചനത്തിൽ കൂടി, എൻ്റെ വചന ശുശ്രൂഷയിൽ കൂടി, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു സുവിശേഷ യോഗത്തിൽ കൂടി ഏത് രക്ഷിക്കപ്പെട്ടു. എന്നാൽ ഈ വിശ്വാസികൾ എങ്ങനെയായിത്തീരുന്നു പിന്നെന്നുള്ളതിനെ പറ്റി നമ്മൾ പറയുന്നില്ല. എന്നാൽ കർത്താവ് അവിടെ 3 കാര്യം ഞാൻ ഈ 31 തൊട്ടുള്ള 59 വാക്യങ്ങളിൽ 3 കാര്യങ്ങൾ പറയുന്നു. കർത്താവ് അവരോട് പറയുന്നത് 8:31 ഇങ്ങനെ പറയുന്നു, എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കണം. അതിന്റെ 31 നമ്മൾ പറഞ്ഞു, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ ശിഷ്യന്മാരായി. അതിന്റെ അടുത്തത് പറയുന്നത് 47 പറയുന്നു, എൻ്റെ വചനം നിങ്ങൾ പ്രമാണിക്കണം. അതിന്റെ ചെറുതായിട്ട് ഞാൻ പറഞ്ഞു, ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു, ദൈവസന്തതി അല്ലാത്തവൻ കേൾക്കുന്നില്ല. സോ ഈ വിശ്വസിച്ചവരോട് ഇത് പറയുന്നത് നോക്കാം. വിശ്വസിച്ചവരോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ എൻ്റെ വചനം കേൾക്കണം, പ്രമാണിക്കണം, അതിൽ നിലനിൽക്കണം. 8:31, 8:47, 8:55. സോറി, പെട്ടെന്ന് പറയുന്ന സമയത്ത് തീർക്കാൻ വേണ്ടി. സോ ഈ 3 കാര്യങ്ങൾ ഓർത്തോണം. അവരോട് പറഞ്ഞു കൊടുത്താണ്, നിങ്ങൾ ഈ വചനവാദി കേൾക്കണം, കേട്ടിട്ട് അത് പ്രമാണിക്കണം. 1 ദിവസം 2 ദിവസമല്ല, അതിൽ നിങ്ങൾ നിലനിന്നെങ്കിൽ മാത്രമേ നിങ്ങൾ യു വിൽ ബി മൈ ഡിസൈപ്പിൾ. സോ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനം നിങ്ങൾ കാണുന്നുണ്ടോ, അതിന്റെ 57, 58, 59 വാക്യം ഞാൻ വായിക്കുന്നത്. യഹൂദന്മാർ അവനോട്, അപ്പൊ അത് അബ്രഹാമിന്റെ കാര്യം പറയുമ്പോൾ അവിടേക്ക് ഞാൻ പോകുന്നില്ല, അന്നേരം പിന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. 58 പറഞ്ഞു, യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു, യേശുവോ മറിഞ്ഞ് ദേവാലയം വിട്ടുപോയി. സോ ഇതായിരുന്നു ശിഷ്യന്മാര്. ഓക്കെ, വിശ്വസിച്ച ശിഷ്യന്മാരെ പറ്റിയാണ് പറയുന്നത്. അവരോട് സത്യവചനം യഥാർത്ഥമായി പറഞ്ഞപ്പോൾ അവരോട്, യു നീഡ് ടു ഹിയർ ദ വേർഡ് ഓഫ് ദ ലോർഡ്, ഐ നീഡ് ടു ഒബേ ആൻഡ് യു നീഡ് ടു ഹോൾഡ് ഓൺ ടു ദാറ്റ് വേർഡ് ഓഫ് ഗോഡ് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്കത് എടുക്കാനായിട്ട് കഴിഞ്ഞില്ല, അവർ പോയി. സോ അതിനുശേഷമുള്ള യേശുവിന്റെ യാത്രയാണ്. അപ്പം നമ്മൾ കണ്ടു പരീക്ഷന്മാർക്ക് യേശുവുമായിട്ടുള്ളൊരു എൻകൗണ്ടറിൽ എന്തുവായിരുന്നു അതിന്റെ റിസൾട്ട് എന്ന് നമുക്കിവിടെ മനസ്സിലായി. പരീക്ഷന്മാരെ പറ്റി പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, ന്യായപ്രമാണം നന്നായിട്ട് അരച്ച് കലക്കി കുടിച്ചിരിക്കുന്നവർ, വചനം എന്തുവാണെന്നറിയാം, പ്രവാചകന്മാരാണെന്നറിയാം, മോശയാണെന്നറിയാം, ദൈവമാരാണെന്നറിയാം. ഇതെല്ലാം അറിയാവുന്ന ഒരു ഗ്രൂപ്പിനോടാണ് കർത്താവ് എന്ന് പറയും, ഞാൻ മനുഷ്യരായി ലോകത്തിൽ കടന്നു വന്നത്, ഞാൻ ദൈവപുത്രനാണ്, സൺ ഓഫ് ഗോഡ് ആണെന്ന് പറയാനാണ് ഇതെല്ലാം പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് എൻ്റെ നാമത്തിലെ പാപങ്ങൾക്ക് മോചനമുണ്ട്, നിങ്ങൾ കടന്നു വരണം, ഞാൻ ദൈവപുത്രനാണെന്ന് പറയാൻ കടന്നു വന്നെങ്കിലും അവരത് മനസ്സിലാക്കുവാനായിട്ട് തയ്യാറായില്ല. സോ നമുക്ക് ഇവിടേക്ക് 9 കടന്നു വരാം. 9 ആദ്യം ഞാൻ ഓൾറെഡി വായിച്ചു. ആ ജന്മനാ കുരുടനായ ഒരു മനുഷ്യൻ, അവന്റെ സിറ്റുവേഷൻ ചിന്തിച്ചു നോക്കി. അവൻ ജന്മനാ കുരുടനായി, ഹി വാസ് ബ്ലൈൻഡ് ഫ്രം ബർത്ത് എന്നാണ് പറയുന്നത്. സോ അവന് ഇവരെ പോലെ ന്യായപ്രമാണം വായിക്കുവാനോ പ്രവാചക പുസ്തകം വായിക്കാനൊന്നും സാഹചര്യം കിട്ടിയിട്ടില്ല. നമുക്കറിയാവുന്നതാണ്, ആരും അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ജന്മനാ കുരുടൻ എന്നൊരു വാക്കുകൊണ്ട് നമുക്കറിയാം. ഹി നെവർ ഗോട്ട് എ ചാൻസ് ടു ലുക്ക് ത്രൂ ദ ലോ ഓഫ് ദ ലോർഡ് ഓർ വേർഡ് ഓഫ് ദ ഗോഡ്. സോ ഹിയർ എന്ത് സംഭവിച്ചതാ, ഇവൻ അവിടെ ഇരിക്കുകയാണ്. മേ ബി ഫിക്ഷി ആയിരിക്കും, എനിക്കറിയത്തില്ല. അവിടെ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ പെട്ടെന്ന് ചോദിക്കുകയാണ്. അപ്പം ഇവനെ നമ്മൾക്കെല്ലാം ഒരു ചിന്തയോട് ഞാനും ചിന്തിച്ചത്, എനിക്ക് രോഗത്തിൽ കൂടെ കടന്നുപോയപ്പം എൻ്റെ വിചാരം പാപം ചെയ്യുന്നവർക്ക് രോഗം വരുന്നു, എനിക്ക് എന്തുകൊണ്ടാണ് ഈ രോഗം വന്നേ, ഞാൻ കർത്താവേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ രോഗത്തിൽ കൂടെ കടന്നു പോകുന്നതെന്ന്. സോ അവർക്ക് അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അപ്പൊ ഇങ്ങനെ അവരെടുത്ത് ഇവൻ പാപം ചെയ്തോ, ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തോ. കർത്താവ് പറയുന്നു, ദൈവത്തിന്റെ പ്രവൃത്തി ഇവനിൽ വെളിപ്പെടുവാൻ വേണ്ടിയാണ് ഇവൻ ഇതിൽ കൂടി കടന്നുപോയത്. എന്നിട്ട് ഹീൽ ചെയ്ത പ്രോസസ്സിനെ പറ്റി ഞാൻ അവിടെ നിൽക്കുന്നില്ല. നമുക്കറിയാം, ഇതെല്ലാം തുപ്പി
നമുക്ക് ഒത്തിരി കാര്യങ്ങളിൽ നിന്ന് പറയാനുണ്ട്. യേശുവിന്റെ വിടുതൽ എപ്പോഴും യുണീക്കായിട്ടുള്ളതാണ്. നമ്മളെപ്പോഴും ഒരു വ്യക്തിയെ വിളിച്ചു അതുപോലെ തന്നെ എനിക്കും വരണം, അതുപോലെ നമ്മൾ ആഗ്രഹിച്ച എന്നും നമ്മൾ ഡിസപ്പോയിന്റഡ് ആയിട്ട് ജീവിക്കത്തേ ഉള്ളൂ. എനിക്ക് കർത്താവ് പ്രവർത്തിച്ച അതേ രീതിയിലായിരിക്കത്തില്ല വേറൊരാൾക്ക്. കർത്താവ് സൗഖ്യപ്പെടുത്തിയ ഓരോരുത്തരെയും ചിലരെ തൊട്ട് സൗഖ്യമാക്കി, ചിലരെ കൽപ്പിച്ചതേ ഉള്ളൂ, അല്ല നിങ്ങൾ പോയാൽ മതി സൗഖ്യമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പല രീതിയിലാണ്. അപ്പൊ നമ്മളെപ്പോഴും അതാണ് പഠിക്കേണ്ടത്. നമ്മുടെ ദൈവം നമ്മളെ ഓരോരുത്തരും യുണീക്കായിട്ട് കണ്ട് സ്നേഹിക്കുന്നതാണ്. എനിക്കുള്ള ശുശ്രൂഷയല്ല വേറൊരാളുടേത്. ആ അയാൾക്ക് കിട്ടി ഞാൻ എത്ര ആഗ്രഹിച്ചാൽ അതെനിക്ക് കിട്ടത്തില്ല. കർത്താവ് നമ്മളെ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. സോ ഇവിടെ കാണുന്നത് കർത്താവ് വേറൊരു രീതി കൂടിയാണ് ഈ അന്ധന് സൗഖ്യം കൊടുത്തത് ഇവിടെ കാണുന്നത്. എന്നെ വളരെ ചിന്തിപ്പിച്ചത് അന്ധൻ അതുപോലെ അനുസരിക്കുക, സോ ഒബീഡിയൻ, പറഞ്ഞതുപോലെ അന്ധൻ ചെയ്തു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു ഡ്രാമ കളിക്കാൻ കൊള്ളുന്നത്. ഇതൊന്ന് സമയം എടുത്ത് വായിച്ചു നോക്കിയാല്. സോ ഈ സൗഖ്യമായ വ്യക്തി അവിടെ നിൽക്കുകയാണ്. ഉടൻ തന്നെ നെയ്ബേഴ്സും ഇവർ പണ്ട് യാചിക്കുന്നതായിട്ട് കണ്ട ഒരു ഗ്രൂപ്പ്, അവരാണ് ഫസ്റ്റ് ഗ്രൂപ്പ്. അവരിങ്ങോട്ട് വന്നു, ചോദിച്ചു സൗഖ്യമായോ, വളരെ സന്തോഷം, നീ എങ്ങനെ സൗഖ്യമായി? അപ്പം എന്റെ ഇത് വരുന്നത് ഇപ്പം ഈ ബ്ലൈൻഡ് മാന്റെ എൻകൗണ്ടർ വിത്ത് ജീസസ്. ഓക്കെ, നേരത്തെ നമ്മൾ ഫാരിസീസിന്റെ പറഞ്ഞു കഴിഞ്ഞു. സോ ഈ ബ്ലൈൻഡ് മാൻ ഉടനെ പറയാ, എനിക്ക് ഇതിന് ആദ്യം മനസ്സിലായത് യേശുവിനെ പറ്റി അങ്ങനെ ആദ്യം അറിയാമെന്നും എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് വേർഡ്സ് 10 അവൻ പറയുന്നത്. So they were saying to him, how then were your eyes opened? He answered, the man who is called Jesus made clay and anointed my eyes. എന്നിട്ട് അതിനെപ്പറ്റി ഞാൻ പോകുന്നില്ല. അപ്പൊ ആദ്യത്തെ ആ വ്യക്തിയുടെ വെളിപ്പാട് യേശു എന്ന് പേരുള്ളൊരു മനുഷ്യൻ. സോ ഇപ്പൊ യേശുവിനെ പറ്റി നന്നായി അറിയാൻ കഴിയും. വ്യക്തമായിട്ടുള്ള ദൈവത്തിന്റെ പുത്രൻ വന്ന് എന്നെ തൊട്ട് സൗഖ്യമായി, അല്ലെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യും സൗഖ്യമായി എന്ന് പറയായിരുന്നു. അവന്റെ റെവലേഷൻ അത്ര മാത്രമേ ഉള്ളായിരുന്നു. അവന് യേശു എന്ന് പേരുള്ളൊരു മനുഷ്യൻ, മാൻ നെയിം ജീസസ്, വന്നു പറഞ്ഞു ഇത് ചെയ്തു സൗഖ്യമായി. അവർക്ക് സന്തോഷം വരേണ്ടതല്ലേ മാനുഷികമായി ചിന്തിച്ചാൽ. അവരുടനെ അവിടെ നിന്ന് കണ്ടുപിടിച്ചു അവരുടെ നോളജ്, ഇവൻ ശബത്തിൽ ഇത് ചെയ്തിരിക്കുന്നു. അവൻ കംപ്ലീറ്റ് റോങ്ങാ ചെയ്തത്. ഈ ജന്മനാ കുരുടനായ ഒരു യുവാവ് സൗഖ്യം പ്രാപിച്ചപ്പോഴേ നമ്മളെ ഈ കാലഘട്ടം നമുക്ക് അവരെ ഒരിക്കലും കുറ്റം വിധിക്കാൻ പറ്റത്തില്ല. ഈ കാലഘട്ടത്തിലും നമ്മൾ ഡയറക്റ്റായിട്ട് അവരെ അറ്റാക്ക് ചെയ്തില്ലെങ്കിലും നമ്മുടെ പല പ്രവൃത്തി, ചിന്ത എല്ലാം ഇതുപോലെ തന്നെ ദൈവനാമത്തിനെ ദുഃഖിപ്പിക്കുന്നത് നമ്മുടെ ഓരോരുത്തരെ. എന്നെ ചേർത്ത് ഞാൻ പറയാം ദൈവമക്കളെ, ഞാൻ ഒരു പരിശുദ്ധിയൊന്നുമല്ല, ഞാൻ നിങ്ങളോടൊരു വ്യക്തി ഞാൻ പറയുക, നമ്മൾ ചിന്തിക്കുക ദൈവനാമത്തിനെ ദുഃഖിപ്പിക്കുന്ന പലതും നമ്മളിലെല്ലാം ഉണ്ടാകുന്നുണ്ട്. സോ ഇവിടെ സംഭവിക്കുന്നത് ഈ മനുഷ്യൻ, അപ്പൊ ഒരു കൂട്ടര് പറയുക ഇവൻ തന്നെയാണോ, ഇവനെ പോലെ ഉള്ളവനായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവൻ ധൈര്യമായിട്ട് പറയാം ഞാൻ തന്നെയാണ്. എത്ര ധൈര്യം അവന് ദൈവം കൊടുത്ത്, ഞാൻ തന്നെയാ, വേറൊരാളല്ല, ഞാൻ തന്നെയാ. സോ അവിടുന്ന് വരുന്നത് ഇവനെ പിന്നീട് കൊണ്ടുവന്നത് പരീശന്മാരുടെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവനോട് അവർ ചോദിക്കുന്നു. അവരിൽ തന്നെ ഒരു ഭിന്നത ഉണ്ടാകും അവിടെ. കാരണം ഒരു കൂട്ടർ പറഞ്ഞു ഇവൻ ദൈവത്തിൽ നിന്ന് വന്നതായിരിക്കും, എങ്ങനെ ഇവന് സൗഖ്യമാക്കാൻ കഴിയില്ല. കാരണം അന്ധന് കാഴ്ച കിട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു കൂട്ടർ പറഞ്ഞ ഭാവിയുടെ പ്രാർത്ഥന കേൾക്കത്തില്ല, അതിന്റെ ശബത്ത് പ്രമാണിച്ചില്ല, അതുകൊണ്ട് അവൻ ഭാവിയ, അവൻ ഒരിക്കലും സൗഖ്യമാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ അവര് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നു. അതിനുശേഷം ഇവിടെ ചോദിക്കുന്നുണ്ട്, അതിന്റെ 17-ാം വാക്യത്തിൽ നിൽക്കുന്നു, അവർ പിന്നെയും കുരുടനോടെ നിന്റെ കണ്ണ് തുറന്നതുകൊണ്ട് നീ അവനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചതിന് അവനുണ്ടായ റെവലേഷൻ ഫ്രം അവനൊരു മനുഷ്യൻ എന്നുള്ളത് അവനൊരു പ്രവാചകനാണ്. നോക്കിക്കേ, നമുക്ക് നമ്മുടെ സ്റ്റാറ്റസും നമ്മുടെ എഡ്യൂക്കേഷനും ഒന്നും ആവശ്യമില്ല മക്കളെ. ദൈവത്തെ ഉയർത്തണമെങ്കിൽ ദൈവം ആ ഒരു സ്പിരിച്വൽ റെവലേഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ യു ഓട്ടോമാറ്റിക്കലി യു വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ അവിടുന്ന് അവൻ പറയുന്നത് അവൻ്റെ ഒരു പ്രവാചകനാണ്. അതിനുശേഷം ഇവർക്ക് എന്നിട്ടും ഒരു സമാധാനം വരുന്നില്ല, ഇവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇവർ സൗഖ്യമായിരുന്നു. ഇവരുടെ അമ്മയപ്പന്മാരെ വിളിപ്പിക്കുക, അവൻ അമ്മയപ്പന്മാരെ വിളിച്ചുകൊണ്ട് വന്നു. സോ അവരുടെ കാര്യം നോക്കുക, അവർ നമ്മളെ പോലെ എന്നെ പോലെ ഉറപ്പാണ്. കാരണം അവർക്ക് ഈ സമുദായത്തിലൊക്കെ നിൽക്കണം, സഭയിലൊക്കെ നിൽക്കണം, നമ്മളെ പള്ളിയിൽ ഇറക്കി വിടുമെന്നാണ് ഇവനെ ദൈവമാണെന്ന് പറഞ്ഞാൽ യേശുവിനെ. സോ ഇവരിങ്ങോട്ട് വന്നപ്പം ഇവർക്ക് ഈ ചർച്ചയിൽ നിൽക്കണം, പോകരുത്, അവരുടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം. മകൻ ജന്മനാ കുരുടനാ, ഞാൻ അവരെ കുറ്റം പറഞ്ഞില്ല, ഞാൻ എന്നെ ചേർത്ത് ഞാൻ പറയാം. സോ അവരോട് ചോദിച്ചു, നിങ്ങൾ അവനോട് ചോദിച്ചു, അവന് തന്നെ പ്രായമുണ്ടല്ലോ, അവൻ പറയട്ടെ എന്ന് പറഞ്ഞ് അവനിലേക്ക് അത് വിടുകയാണ്. സോ അവന്റെ ഒരു സിറ്റുവേഷൻ നോക്കണം. അവൻ ഒന്നും കണ്ടിട്ടില്ലാത്തവനെ മനുഷ്യരെ കണ്ടു. കാണുന്ന മനുഷ്യരെല്ലാം എതിരായിട്ട് വരുന്ന മനുഷ്യരാണ് ഫ്രം ദ ബിഗിനിങ്. എല്ലാം ഇഷ്യൂസ് പോയിന്റ് ഔട്ട് ചെയ്ത് പേരൻസ് വന്നു, ദേ കുഡ്ന്റ് ഈവൻ സപ്പോർട്ട് ചെയ്യും. സോ ഇവിടെ സംഭവിച്ചിരിക്കുന്ന അടുത്തത് 22 യഹൂദന്മാരെ പേടിക്കൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്, അവനെ ക്രിസ്തു എന്ന് ഏറ്റു പറയുന്നവൻ പള്ളി പ്രശ്നമാകണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അതുകൊണ്ടത്രേ അമ്മയപ്പന്മാർ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് 25 വരിക. 25, 26 വീണ്ടും പരീശന്മാർ ചോദിക്കുക, അവർ അവനോട്
അവൻ നിനക്ക് എന്ത് ചെയ്തു, നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. കാരണം അവർക്കത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അവൻ വളരെ ദേഷ്യം വന്ന് അവൻ പറഞ്ഞു, അതിന് അവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. വീണ്ടും കേൾക്കുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാർ ആകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവനെ ശകാരിച്ചു, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. സോ അവൻ അടുത്ത വന്ന റെവലേഷൻ, ആദ്യം നമ്മൾ യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ, അതിനടുത്ത് കിട്ടിയ റെവലേഷൻ ഹീസ് എ പ്രോഫറ്റ്, പ്രവാചകൻ. പിന്നെ അവൻ പറയുന്നത് ശിഷ്യരാകണമെങ്കിൽ ഒരു ഗുരുവായിരിക്കണം, അല്ലേ? ഒരു ഗുരുവിന്റെ അയക്കണം ശിഷ്യനായിട്ട് അവരപ്പം ഒരു ഗുരുവായിട്ട് അവനെ ഒരു മാസ്റ്ററായിട്ട് ഈ യേശുവിനെ കാണുന്നതായിട്ടാണ് നമുക്ക് അടുത്ത റെവലേഷൻ ദൈവം അവന് കൊടുത്തത്. അതിനുശേഷം പിന്നീട് നമ്മൾ കടന്നു വരുന്നത് അവർ പറയും 29 അതെനിക്ക് വായിച്ചാൽ പറ്റത്തുള്ളൂ. 29-33 വരെ ഞാൻ വായിക്കുന്നു. മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു, ഇവനോ എവിടെ നിന്ന് എന്നറിയുന്നില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവരോട്, എന്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്നെന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നവനെ ഇഷ്ടം ചെയ്തവന്റെ പ്രാർത്ഥന കേൾക്കുന്നെന്നും നാം അറിയുന്നു. കുരുടനായി പിറന്നവന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകം ഉണ്ടായതുപോലെ കേട്ടിട്ടില്ല. ഇത് കുരുടന് പറയുന്നതാണ്. എത്ര അവന് കിട്ടിയൊരു റെവലേഷൻ എന്തോ ചിന്തിച്ചു നോക്കിയ ദൈവമക്കളെ. നിങ്ങൾ ഇത്രയും കണ്ടിട്ടും അറിയാത്തത് ആശ്ചര്യം. പറയൂ അവരുടെ ധൈര്യമായിട്ട്. അവന് സപ്പോർട്ടുള്ള ആരുമില്ല, മാതാപിതാക്കന്മാർ പോലും ഇല്ലാതെ നിൽക്കുക. എന്നിട്ട് അവൻ പറയുന്ന, കുരുടനായി പിറന്നവന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകം ഉണ്ടായിരുന്നത് കേട്ടിട്ടില്ല. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല. സോ ജീസസ് കെയിം ഫ്രം ഗാഡ് എന്നുള്ളൊരു റെവലേഷന് അവൻ അവിടെ ലഭിച്ചു. ദൈവമക്കളെ, അവന്റെ റെവലേഷൻ പോകുന്നത് ഒരു മനുഷ്യനല്ല ഇവിടെ സഹായിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്താൽ അവനുണ്ടായ വെളിപ്പാടിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ അവിടുന്ന് അവരിറക്കി വിട്ടു. അവനെ ചർച്ചയിൽ നിന്ന് അവനെ അവിടുന്ന് പുറത്താക്കിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ യേശു അവിടെ കടന്നു വരുന്നതായിട്ട് കണ്ടു. സോ അവന്റെ അടുക്കൽ അതിവിടെ ബാക്കിയിട്ട് 35 അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ട് അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനെ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അവന് അപ്പം അതിന്റെ മറുപടി, അതിന് അവൻ, യജമാനനെ, അവൻ ആരാകുന്നു, ഞാൻ അവനെ വിശ്വസിക്കാമെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ഹല്ലേലൂയ. സോ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവമക്കളെ, ആരോ ഒരു മാസ്റ്ററേമില്ലെന്ന് വിചാരിക്കുന്ന സ്ഥാനത്ത്, എല്ലാ സപ്പോർട്ടും ചോർന്നെന്ന് വിചാരിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ യേശു നമ്മളെ ഒരു നാൾ കൈവിടത്തിൽ ഉപേക്ഷിക്കുന്നില്ല. സോ യേശുവുമായിട്ട് എൻകൗണ്ടർ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല, നമ്മൾ ഇതിൽ ജനിച്ചു വളരണമെന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇതിലേക്ക് 31 വയസ്സ് വരെ ഞാൻ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകുന്ന വ്യക്തിയായിരുന്നു. എല്ലാ സൺഡേ സ്കൂളും അറ്റൻഡ് ചെയ്യായിരുന്നു. മോർണിംഗ് ആൻഡ് ഈവനിങ് ഡെയിലി പ്രെയർ ഞങ്ങളുടെ വീട് നല്ല മാതൃക കാണിച്ചു തന്നു. അത് ഈ പരീക്ഷന്മാരുടെ കാര്യം പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൽ ഒരു റിച്വലായിട്ട് മാറിയത്. നമ്മൾ റിച്വലായിട്ട് വേണ്ടി ഡു സംതിങ് നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലോ, ഇത് പോകുന്നില്ല. നമ്മുടെ ബ്രെയിൻ നോളജ് വർദ്ധിക്കുമല്ലാതെ ഒരിക്കലും ഈ ദൈവോട്ടുള്ള സ്നേഹത്തിലേക്ക് നമ്മൾ വരുന്നില്ല. അറിവ് ചേർപ്പിക്കുന്നു. അപ്പൊ ഞാൻ ഇത് വെച്ചിങ്ങനെ ആരെന്ത് പറഞ്ഞാലും ഞാൻ വിധിക്കുന്നത്, നമ്മുടെ പള്ളി പോലെ എന്നെ കവിഞ്ഞ ആരും ഒരു പെർഫെക്റ്റ് പേഴ്സൺ ഇല്ലല്ലോ. ഞാൻ എന്നെ തന്നെ എന്റെ സെൽഫ് ജഡ്ജ്മെന്റില് ജീവിച്ചിരുന്ന ഒരു കാലം. ഈ ലോകത്തിൽ കൂടെ കടന്നു പോയപ്പോൾ അവിടെ ഞാൻ പറയാൻ വന്നത്, അന്ന് എനിക്ക് മനസ്സിലായി ഇതുവരെ ഞാൻ കണ്ടതും ഞാൻ പറഞ്ഞതും ഒന്നുമല്ലെന്ന്. കാരണം ഈ ലോകത്തിൽ ഇതുപോലെ ഒരു മെയ് മാസത്തിൽ അത് പറയാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കടന്നുപോയ സമയത്ത് കടന്നുപോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേദനയുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞു, മനസ്സിൽ ഞാൻ ചിന്തിച്ചു, ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ കടന്നു പോകുമോ? അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, മുക്കാലും ദൈവവചനങ്ങളൊക്കെ എനിക്ക് കാണാതറിയാം. ഇതിൽ ഒരു വചനം പോലും എന്നെ ആശ്വസിപ്പിച്ചില്ല. മുക്കാലും സങ്കീർത്തനങ്ങൾ കാണാതറിയാം. എന്നാൽ ഇതെന്തെന്നറിയാതെ ഞാൻ ഇത് കാണാതെ പഠിക്കുകയായിരുന്നു. ഇതെല്ലാം എൻ്റെ ബ്രെയിൻ നോളജ്, പരീക്ഷന്മാരുടെ കാര്യം പറയുന്ന പോലെ ഇതെല്ലാം എൻ്റെ ബ്രെയിനിൽ ഇരിക്കുകയായിരുന്നു. ഒന്നുപോലും എന്നെ ബലപ്പെടുത്തിയില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം ഈ കാലഘട്ടത്തിൽ കഷ്ടങ്ങളിൽ കൂടി ദൈവം ഞങ്ങളെ വിടുവിച്ച് കൊണ്ടുവന്ന് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഭാരമില്ലെന്നല്ല ദൈവങ്ങളെ, എന്തെങ്കിലുമൊക്കെ ഭാരങ്ങളും പ്രയാസമില്ലാത്ത ദിവസങ്ങളില്ല. അവിടെയെല്ലാം ദൈവം ഈ ജീവിക്കുന്ന വചനം ഞങ്ങളെ ആശ്വസിപ്പിക്കും. പോലെ അത് ദൈവത്തിന്റെ വചനം, അത് ജീവന് ചൈതന്യമുള്ളതാ, ഇരുവായത്തിലുള്ള 7 വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിയും വരെ തുളച്ചെടുക്കുന്ന വചനമാണ്. ഈ വചനത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ആയതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ നമുക്കുണ്ടാവുന്ന എൻകൗണ്ടർ അല്ലെങ്കിൽ ഈ പരീക്ഷന്മാരുടെ കൂടെയും സദുക്കരുടെയും കൂടെ അല്ല, അതിനായിട്ട് ദൈവത്തെ നമുക്കറിയാൻ കിട്ടിയ ഭാഗ്യം എത്ര വലിയതാ. ആയതുകൊണ്ട് നാം വായിച്ച വചനത്തിലേക്ക് ഞാൻ കടന്നു വന്നിട്ട് കർത്താവ് ഇവിടെ പറയുന്നത്, അതിന്റെ 4 മോള് വായിച്ചത്,
എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ട ദൈവത്തിൽ അത് കണ്ട നാം എന്നാണ് പറയുന്നത്. മോൾ ഇംഗ്ലീഷ് വി മസ്റ്റ് work the works of him who sent me. So ഇത് കർത്താവ് ഇന്ന് ലോകത്തിലില്ല, നമ്മളെ എഴുതിയിരിക്കുന്നത് നമ്മൾ ചെയ്യേണ്ടതാ. അപ്പൊ ഇന്ന് കർത്താവ് ലോകത്തിലില്ല. അവൻ നമ്മളോട് പറയുന്നത് ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ അന്ന് അവൻ ലോകത്തിലില്ല. നമ്മളെയാണ് ഈ ലോകത്തിന്റെ വെളിച്ചങ്ങളാക്കി ഇവിടെ നിർത്തിയിരിക്കുന്നതായതുകൊണ്ട് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വളരെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ സമയവും ദൈവം തന്ന ദാനമായിരിക്കാല് ഭയത്തോടെ ദൈവസേവ ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞത് നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കണം. എന്നെ എപ്പോഴും ഭയപ്പെടുന്ന ഒരു വാക്യമാണ്. കാരണം നമ്മൾ അറിയാതെ പലപ്പോഴും പലതിലും ചിന്തയിൽ പോലും ചിലപ്പോൾ നികളമുണ്ടായി വരും. ഈ ദിവസങ്ങളിൽ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ ആ ബ്ലൈൻഡ് മാൻ ഉണ്ടായതുപോലെ ഒരു എൻകൗണ്ടറാണ് നമുക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു റെവലേഷൻ, നമ്മൾ ആരെയാണ് സേവിക്കുന്നത് ആ ദൈവം ഏത് അവസ്ഥയിലും എന്നെ സഹായിക്കാൻ മതിയായവരാണ്. അല്ലാതെ ഇൻസ്റ്റന്റ് ഹീലിംഗ് കിട്ടിയെന്നിരിക്കും. ചിലപ്പോൾ ഞങ്ങളുടെ പല വിഷയങ്ങൾക്കും വിടുതൽ കിട്ടാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്. ഒരു സമയമുണ്ട്, ആ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ ഒരു എൻകൗണ്ടർ പ്രാപിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ നമ്മളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരം എടുക്കുന്ന ദൈവദാസന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ കർത്താവിന്റെ മനോഹരമായി ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിലിരിപ്പാൻ നമ്മുടെ മകൾക്ക് ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. ആയുസ്സിനും ആരോഗ്യത്തിനുമായി നന്ദി. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചത് സ്തോത്രം. നമ്മുടെ അപ്പച്ചനാണ് അവസാനമായിട്ട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് അപ്ഡേറ്റ്സ്. ഒന്ന്, നമ്മുടെ സജി ബ്രദറിന്റെ ഗ്രാൻഡ് സണ്ണിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അതിന്റെ അപ്ഡേറ്റ്സ് വല്ലതും? അവരിപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഓക്കെ. ആൻഡ് ബിന്ദു സിസ്റ്ററുടെ അങ്കിളിന്റെ കാര്യം പറഞ്ഞിരുന്നു. He's still in the hospital. He'll be released in a week. Okay. സർജറി എല്ലാം കഴിഞ്ഞല്ലോ അല്ലേ? Surgery എല്ലാം കഴിഞ്ഞു. Everything was successful. അപ്പച്ചനാണ് പ്രാർത്ഥിക്കുന്നത്. ഈ വചനം പറഞ്ഞല്ലോ, ഒരു 2 പേരോട് എനിക്കുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് മിനി സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, പരീക്ഷന്മാരെ അന്ന് സംശയം പറഞ്ഞു, അവരങ്ങനെ തന്നെയെന്ന് പറഞ്ഞു. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മളും അതിനെക്കാട്ടി പറയുന്നവരാണ്. കാരണം ഞങ്ങൾ പലയിടത്തും പോയി ഞങ്ങൾ സാക്ഷ്യം പറയും, കർത്താവ് വെടിവെച്ചു, 4th സ്റ്റേജ് ക്യാൻസർ ആയിരുന്നു, ദേഹം മുഴുവൻ സ്പ്രെഡായി, സ്കിന്നെ റിമൂവായി, ഡോക്ടർ പറഞ്ഞു 4 മാസമേ ജീവിക്കത്തുള്ളെന്ന്. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴും ബന്ധുപുസ്തകരായ നമ്മുടെ പ്രിയപ്പെട്ടവര് ചോദിക്കുന്നത് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. നമ്മളും പറയുന്ന ഒരു കാലഘട്ടമാണ്. ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടിട്ടും നമ്മളും കർത്താവിന്റെ പ്രവൃത്തി ശോധന ചെയ്യുന്നില്ല. എന്നാൽ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മൾ ഒരു പ്രാവശ്യം ദൈവത്തിന് സമർപ്പിക്കാം. കർത്താവ് തരുന്ന സൗഖ്യം പൂർണ്ണമാകുകയാണ്. ലോക ഡോക്ടർമാര് രോഗം കണ്ടുപിടിച്ചതാണ്, എന്നാൽ രോഗം ശീലിച്ച ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ഒരു പിണ്ടാകാരമായിരുന്നതിന് അസ്ഥികൂടം ഉണ്ടെന്ന് കർത്താവിന്റെ വചനം ഇതുപോൽക്കാലം നമ്മളെ കേൾക്കപ്പെട്ട വചനം ധൈര്യപ്പെടുത്തിട്ട് അച്ചായന് നമുക്കിപ്പോ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. വീണ്ടും ആരാധന ചെയ്ത കർത്താവേ നന്ദിയോട് സ്തോത്രം. ഇത്രത്തോളം സഹായിക്കാനായി നന്ദിയോട് ആമേൻ. ചെയ്യാൻ ദാസനെ കർത്താവ് ശുശ്രൂഷിപ്പാൻ കൊടുത്ത കൃപയ്ക്കായി നല്ല വചനം കേൾക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം കർത്താവ്. ഈ കാര്യങ്ങൾ കർത്താവിനെ കൂടുതൽ അറിയാൻ കർത്താവ് സഹായിക്കണേ. പൊതുവായിട്ട് ദാസിനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥന കർത്താവെ. വീട്ടിലെ കർത്താവെ, ഈ സമയത്തിലായിരിക്കുന്ന കർത്താവ് വേണ്ടി പ്രാർത്ഥന കഴിഞ്ഞ നന്ദിയോട് സ്തോത്രം. ഇവന്റെ അടുത്താഴ്ച ആരോഗ്യത്തിൽ കർത്താവിനെ സുൽപാനുമത്താൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ അനുഗ്രഹിക്കണേ എന്നുള്ള എല്ലാ വിശ്വാസത്തിലെ അനുഗ്രഹിക്കണേ എന്ന് വിശ്വസിച്ചു കർത്താവെ എന്ന് വന്ന കർത്താവെ മോനും കൊടുത്തിരിക്കണേ, ഗോപിക്കും കൊടുത്തതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ മകളെ കൂട്ടിക്കൊണ്ടതിനായി സ്തോത്രം. അവരുടെ ആവശ്യമത്തിൽ സഹായത്തിൽ എത്രത്തോളം സഹായത്തിനായി നിങ്ങളുടെ രോഗത്തിൽ പറയാതെ വിശ്വാസം കൊടുക്കണേ. അങ്ങോട്ട് പ്രാർത്ഥന കർത്താവ് വിധമായ ഭാഗങ്ങളിൽ പ്രയാസങ്ങളിൽ ആവശ്യങ്ങളിൽ കർത്താവെ പ്രാർത്ഥിക്കാൻ പറ്റിയിട്ട് എല്ലാവരെയും
അപ്പച്ചനകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ അയൽവാസികളെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും സൗഖ്യമാക്കണേ എന്ന് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ എല്ലാവരും കർത്താവ് അമ്മയുടെ ഞാനെല്ലാം കൊടുത്ത് കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും രാജ്യത്തിനും അനുഗ്രഹമാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്ര എല്ലാവരും കർത്താവെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ കർത്താവെ ദുഷ്ടമുണ്ടാക്കാത്തോളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി കാര്യങ്ങളെല്ലാം പോകുന്ന കർത്താവെ ജോലിയെല്ലാം കൊണ്ട് സഹായിക്കണേ. കർത്താവെ ഞങ്ങളുടെ ഭാരതത്തെ ഓർത്ത് പ്രാർത്ഥിക്കും. ഇന്ത്യ ഒരു ക്രിസ്ത്യാനി രാജ്യമാക്കി തിരിക്കണേ എന്ന് പ്രാർത്ഥിക്കും. വിശ്വാസം ഞങ്ങളുടെ കൊച്ചുകാലത്തെ അത് ഓർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദിയുടെ സ്തോത്രം. എല്ലാ സന്നദ്ധേഴ്സ് മെമ്പേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദിയുടെ ഇത്രത്തോളം തന്നെ കർത്താവെ അടുത്തായിട്ട് കാണുന്നവരോട് മാന്യങ്ങളെ എല്ലാവരും സൂക്ഷിച്ചുകൊള്ളേ പ്രതീക്ഷയുടെ പ്രാർത്ഥിക്കുന്നു. കർത്താവയുടെ ആവശ്യം കർത്താവെ അവിടെ അസുഖം ഡോക്ടർമാർക്ക് അറിയില്ലെങ്കിലും എൻ്റെ കർത്താവിനെ അറിഞ്ഞിരിക്കാൻ നന്ദിയോട് കർത്താവെ സൗഖ്യം കൊടുത്തവളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുമാതിരി കരുണ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം. യേശുവിന്റെ തന്നെയാണ്. ആമേൻ ആമേൻ. അനുഗ്രഹത്തോടെ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും സമാധാനവും വാഴ്വുകളും ഞങ്ങളോടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും സഹായോഗത്തോടും കർത്താവിന്റെ വരവിന്റെ രണ്ടാമത്തെ വരവരെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവം എല്ലാവരെ സഹായിക്കട്ടെ.